ആമേൻ. ഹല്ലേലൂയ. ഇന്നത്തെ ഉപവാസ പ്രാർത്ഥനയിലേക്ക് എല്ലാ ദൈവമക്കളെയും ഞങ്ങൾ വീണ്ടും സ്വാഗതം ചെയ്യുകയാണ്. വീണ്ടും അവൻ്റെ സന്നിധിയിലായിരിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ചേർന്ന ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ തുടങ്ങിയാലും ഹല്ലേലൂയ. അവൻ എത്ര നല്ലവനാണ്. അവൻ എന്നും എന്നേക്കും നമ്മളോട് കൂടെയിരിക്കുന്ന ദൈവം അത്രേ. ഹല്ലേലൂയ. കരങ്ങളെല്ലാം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അല്പനേരം ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാലും നല്ല കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. കർത്താവെ, നിന്റെ സാന്നിധ്യത്താൽ ഇന്ന് ഞങ്ങൾ എല്ലാവരെയും നിറയ്ക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നിന്റെ അഭിഷേകത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഭവനങ്ങളിലും ആ ദൈവിക സാന്നിധ്യം കടന്നു വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവികമായ വിടുതലുകളാൽ, ദൈവികമായ അനുഗ്രഹത്താൽ അങ്ങ് നിറയ്ക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ മഹത്വം കർത്താവെ ഓരോ ഭവനങ്ങളിലും ഇറങ്ങി വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ആ ദൈവിക സാന്നിധ്യം, ദൈവത്തിൻ്റെ സ്നേഹം ഓരോ വ്യക്തി ജീവിതങ്ങളിൽ ഇറങ്ങി വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവെ, നീ അനുഗ്രഹിക്കണമേ. ഇന്ന് രോഗികളെ നീ സൗഖ്യമാക്കണമേ. കർത്താവ് ദൈവികമായ വിടുതലുകളാൽ കർത്താവ് തൻ്റെ ജനത്തെ ഇന്ന് അങ്ങ് നിറയ്ക്കാൻ പോകുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. സകല മഹത്വവും എല്ലാ മാനവും പുകഴ്ചയും ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. നമ്മൾ ഒരുമിച്ച് ചേർന്ന് ആ കർത്താവിനെ ആരാധിക്കാൻ പോകണം. വചനം പറയുന്ന നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ആ കർത്താവ് നമ്മെ സ്നേഹിച്ചു. ഹല്ലേലൂയ. അവൻ സ്നേഹിച്ചു എന്ന് പറയുക മാത്രമല്ല ചെയ്തേ, അവൻ കാൽവരി ക്രൂശിൽ ആ സ്നേഹത്തെ അവൻ വെളിപ്പെടുത്തി. ഹല്ലേലൂയ. ആ രണ്ട് കരങ്ങളും ശക്തിയോടെ ചേർത്തടിച്ചുകൊണ്ട് ആ സ്നേഹത്തെ ധ്യാനിച്ചുകൊണ്ട് ഹല്ലേലൂയ. വചനം പറയുന്നു, അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് തൻ്റെ മഹത്വമെല്ലാം സ്വർഗത്തിൽ ഉപേക്ഷിച്ച് ഒരു മനുഷ്യനായി അവൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഹല്ലേലൂയ. രണ്ട് കരങ്ങളും ശക്തിയോടെ ചേർത്തടിച്ചുകൊണ്ട് അല്പനേരം ആ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയാലും, ആ ദൈവത്തെ ഒന്ന് ആരാധിക്കാൻ തുടങ്ങിയാലും ഹല്ലേലൂയ. കർത്താവ്, ഞങ്ങളങ്ങയെ സ്തുതിക്കുകയാണ്, ഞങ്ങളങ്ങയെ ആരാധിക്കുകയാണ്. അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചതിനായി, അങ്ങ് ഞങ്ങളെ വീണ്ടെടുത്തതിനായി, അങ്ങ് ഞങ്ങളെ ഓമന പേര് ചൊല്ലി വിളിച്ചതിനായി കർത്താവെ, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുകയാണ്. ഹല്ലേലൂയ. രണ്ട് കരങ്ങളും ശക്തിയോടെ ചേർത്തടിച്ചുകൊണ്ട് കണ്ടു ഞാൻ ഒരിക്കൽ കാൽവരി, കണ്ടു ഞാൻ ഒരിക്കൽ കാൽവരി, ക്രൂശിതന്റെ രൂപം, യേശുവിൻ്റെ സ്നേഹം, ക്രൂശിതന്റെ രൂപം, യേശുവിൻ്റെ സ്നേഹം, നിരുപമ സ്നേഹമതിൽ പൊൻപ്രഭയിൽ, നിസ്വാർത്ഥ സ്നേഹമതിൽ പൂർണ്ണതയിൽ. ചേർന്ന് പാടാമോ? നിരുപമ സ്നേഹമതിൽ പൊൻപ്രഭയിൽ, നിസ്വാർത്ഥ സ്നേഹമതിൽ പൂർണ്ണതയിൽ, കണ്ടു ഞാനൊരിക്കൽ കാൽവരി, കണ്ടു ഞാനൊരിക്കൽ കാൽവരി, ക്രൂശിതന്റെ രൂപം, യേശുവിൻ്റെ സ്നേഹം, ക്രൂശിതന്റെ രൂപം, യേശുവിൻ്റെ സ്നേഹം, യേശുവിലൊന്നാകാം, സ്നേഹം നുകരാം, സോദര ഹൃദയത്തിൽ സ്നേഹം പകരാം. ചേർന്ന് പാടാമോ? യേശുവിലൊന്നാകാം, സ്നേഹം നുകരാം, സോദര ഹൃദയത്തിൽ സ്നേഹം പകരാം. ആകാശത്തിൻ കീഴിൽ ആ നാമം, അതാണു രക്ഷാനാമം. ഈ ഭൂവിൽ ആകാശത്തിൻ കീഴിൽ ആ നാമം, അതാണു രക്ഷാനാമം. ഈ യേശുവെന്ന നാമം രക്ഷയേകിടുന്നു, നിത്യജീവനേകും നാമമേറ്റു പാടാം. യേശുവെന്ന നാമം രക്ഷയേകിടുന്നു,
ജീവനേകും നാമമേറ്റു പാടാം. നിരുപമ സ്നേഹമതിൽ പ്രഭയിൽ നിസ്വാസ സ്നേഹമതിൽ പൂർണ്ണതയിൽ നിരുപമ സ്നേഹമതിൽ പ്രഭയിൽ നിസ്വാസ സ്നേഹമതിൽ പൂർണ്ണതയിൽ കണ്ടു ഞാനൊരിക്കൽ കാൽവരിയിൽ കണ്ടു ഞാനൊരിക്കൽ കാൽവരിയിൽ ക്രൂശിതന്റെ രൂപം യേശുവിന്റെ സ്നേഹം ക്രൂശിതന്റെ രൂപം യേശുവിന്റെ സ്നേഹം അനുപമഗീതികളാ വാഴ്ത്തം പരനേ അനുപദമാ വഴിയിൽ ചേരം ദിനവും അനുപമഗീതികളാ വാഴ്ത്തം പരനേ അനുപദമാ വഴിയിൽ ചേരം ദിനവും ആനന്ദ സ്നേഹം നൽകും ആ ഹൃദയം നിതാന്ത സ്നേഹം പകരും ആ വചനം ആനന്ദ സ്നേഹം നൽകും ആ ഹൃദയം നിതാന്ത സ്നേഹം പകരും ആ വചനം ഒന്നു ചേർന്നു പാടാം ദിവ്യ സങ്കീർത്തനം മണ്ണിലാർത്തു പാടാം മധുര സങ്കീർത്തനം ഒന്നു ചേർന്നു പാടാം ദിവ്യ സങ്കീർത്തനം മണ്ണിലാർത്തു പാടാം മധുര സങ്കീർത്തനം നിരുപമ സ്നേഹം നിരുപമ സ്നേഹം കരങ്ങളെല്ലാം ശക്തിയോടെ ചേർത്തടിച്ചുകൊണ്ട് ആ കർത്താവിന് നന്ദി പറഞ്ഞേ. നിസ്വാർത്ഥ സ്നേഹമതിൽ അവന്റെ സ്നേഹത്തെ ഓർത്ത് പൂർണ്ണതയിൽ നിരുപമ സ്നേഹമതിൽ പ്രഭയിൽ നിസ്വാർത്ഥ സ്നേഹമതിൽ പൂർണ്ണതയിൽ കണ്ടു ഞാനൊരിക്കൽ കാൽവരിയിൽ കണ്ടു ഞാനൊരിക്കൽ കാൽവരിയിൽ കണ്ടു ഞാനൊരിക്കൽ കാൽവരിയിൽ കണ്ടു ഞാനൊരിക്കൽ കാൽവരിയിൽ ക്രൂശിതന്റെ രൂപം യേശുവിന്റെ സ്നേഹം ക്രൂശിതന്റെ രൂപം യേശുവിന്റെ സ്നേഹം ക്രൂശിതന്റെ രൂപം യേശുവിന്റെ സ്നേഹം കരങ്ങളെല്ലാം ശക്തിയോടെ ചേർത്തടിച്ചുകൊണ്ട് ആ കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങിയാലും അതിരങ്ങളെല്ലാം തുറന്ന് ഹല്ലേലൂയ അവന്റെ നിത്യസ്നേഹത്തെ ഓർത്ത് അവൻ നമ്മളെ വീണ്ടെടുത്തത് ഓർത്ത് പാപത്തിന്റെ കുഴിയിൽ നിന്ന് കുഴഞ്ഞ ചേറ്റിൽ നിന്ന് അവന്റെ സ്നേഹം നമ്മളെ തേടി വന്നത് ഓർത്ത് വചനം പറഞ്ഞ് കാട്ടുലുവായിരുന്നു നമ്മെ അവൻ നാട്ടിലുവനോട് ചേർത്ത് വെച്ചിരിക്കുകയാ. ഹല്ലേലൂയ അവന്റെ സ്നേഹത്തെ ഓർത്തുകൊണ്ട് അവന്റെ കരുതലുകൾ ഓർത്തുകൊണ്ട് അവൻ ചെയ്ത നന്മകൾ ഓർത്തുകൊണ്ട് ഓ പ്രിയൻ ബാലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിയിടുന്നു ദിനം തോറും എൻ പ്രിയൻ ബാലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിയിടുന്നു ദിനം തോറും സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി പതറുകയില്ല ഞാൻ പതറുകയില്ല ഞാൻ പ്രതികൂല മനവധി വന്നിടിലും വീഴുകയില്ല
വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. പ്രലോഭനമനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാലും നടത്തിയിടും മദ്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാലും നടത്തിയിടും അന്ത്യം വരെ. എൻ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിയിടുന്നു ദിനം തോറും. എൻ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിയിടുന്നു ദിനം തോറും. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂലമനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. പ്രലോഭനമനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാലും നടത്തിയിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാലും നടത്തിയിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാലും നടത്തിയിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാലും നടത്തിയിടും അന്ത്യം വരെ. മുമ്പൻ ചെങ്കടലാർ തീരച്ചാലെതിരായി പിൻപിൽ വൻ വൈരി പിൻഗമിച്ച. മുമ്പിൽ ചെങ്കടലാർ തീരച്ചാലെതിരായി പിൻപിൽ വൻ വൈരി പിൻഗമിച്ച. ചെങ്കടലിൽ കൂടി ചെങ്കൽ പാതയൊരുക്കി അക്കരെ എത്തിക്കും ജയാളിയായി. ചെങ്കടലിൽ കൂടി ചെങ്കൽ പാതയൊരുക്കി അക്കരെ എത്തിക്കും ജയാളിയായി. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂലമനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. പ്രലോഭനമനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാലും നടത്തിയിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാലും നടത്തിയിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാലും നടത്തിയിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാലും നടത്തിയിടും അന്ത്യം വരെ. എരിയും തീച്ചൂള എതിരായി എരിഞ്ഞാൽ ശദ്രക്കിനെ പോൽ വീഴ്ത്തപ്പെട്ടാൽ. എരിയും തീച്ചൂള എതിരായി എരിഞ്ഞാൽ ശദ്രക്കിനെ പോൽ വീഴ്ത്തപ്പെട്ടാൽ. എന്നോട് കൂടെയും അഗ്നിയിൽ ഇറങ്ങി വെന്തിടാതെ പ്രിയൻ വീടുവിക്കും. എന്നോട് കൂടെയും അഗ്നിയിൽ ഇറങ്ങി വെന്തിടാതെ പ്രിയൻ വീടുവിക്കും. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂലമനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. പ്രലോഭനമനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാലും നടത്തിയിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാലും നടത്തിയിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാൽ ടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാലും നടത്തിയിടും അന്ത്യം വരെ. ഇരുത്തു തോട്ടിലെ വെള്ളം വറ്റിയാലും കക്കയിൻ വരവു നിന്നിടിലും. ഇരുത്തു തോട്ടിലെ വെള്ളം വറ്റിയാലും കക്കയിൻ വരവു നന്നിടിലും. സാരഫത്തൊരുക്കി ഏലിയാവെ പോറ്റിയ എൻ പ്രിയൻ എന്നെയും പോറ്റിക്കൊള്ളും. സാരഫത്തൊരുക്കി ഏലിയാവെ പോറ്റിയ എൻ പ്രിയൻ എന്നെയും പോറ്റിക്കൊള്ളും. പതറുകയില്ല ഞാൻ, വിളിച്ചു പറയാമോ? ആ കർത്താവിന്റെ കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ പതറുകയില്ല, വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. പ്രതികൂലമനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാലും നടത്തിയിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാലും നടത്തിയിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും,
എൻ പ്രിയൻ പോറ്റിടും, എന്നാലും നടത്തിയിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാലും നടത്തിയിടും അന്ത്യം വരെ. ഹല്ലേലൂയ. 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഇത്രയും ദിവസം പിന്നിട്ടപ്പോൾ ഞങ്ങൾക്കറിയാം നിങ്ങൾ ആത്മാവിൽ എരിവുള്ളവരായി, ആത്മാവിൽ തീക്ഷ്ണതയുള്ളവരായി, ആത്മാവിൽ ഫലപ്പെട്ട് നിങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. കാരണം ഓരോ ദിവസവും ദൈവാത്മാവ് ആരാധനയിൽ തൻ്റെ സാന്നിധ്യം പകരുന്നു, തൻ്റെ ശക്തിയെ പകരുന്നു, പ്രാർത്ഥനയിൽ തൻ്റെ പ്രവൃത്തികളെ വെളിപ്പെടുത്തി കാണിക്കുന്നു. ഹല്ലേലൂയ. ഓരോ ദൈവദാസന്മാരുടെ വചനത്തിലൂടെ നമ്മുടെ അകത്തെ മനുഷ്യൻ, ആന്തരിക മനുഷ്യനെ ബലപ്പെടുത്തുകയാണ്. അങ്ങനെ നിങ്ങൾക്കൊരു ഫലം കിട്ടി എന്നുള്ളവർ കൈകളൊന്ന് ഉയർത്തി ദൈവത്തിന് നന്ദി പറയാൻ തുടങ്ങിയാണ്. സ്വർഗീയ പിതാവെ, ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. ഇന്ന് നമ്മളോട് ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കുന്നത് ബ്രദർ സാംസൺ വിൽസൺ ഫ്രം മുംബൈയിൽ നിന്നുള്ള ബ്രദർ സാംസൺ വിൽസനാണ്. ചെറുപ്പമാണ്. അദ്ദേഹം നോർത്ത് ഇന്ത്യക്കാരുടെ ഇടയിലാണ് ശുശ്രൂഷിക്കുന്നത്. നമ്മുടെ ഇവിടെ ഹോളി സ്പിരിറ്റ് സിനോഡൊക്കെ നടക്കുമ്പോൾ അദ്ദേഹം അത്രയും ദൂരം യാത്ര ചെയ്തതിൽ പങ്കാളിയാകും. അഭിഷേകത്തിൽ പ്രാപിച്ചു നിറഞ്ഞ് മടങ്ങിപ്പോകുന്നു. ഇന്ന് അദ്ദേഹത്തിൽ നമ്മൾ കേൾക്കാം. എല്ലാവരും അതിന് തയ്യാറാകുക. അതിനു മുമ്പ് ഒരു നിമിഷം കണ്ണുകൾ അടക്കുക. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇന്നത്തെ വചന സന്ദേശത്തിനായി നന്ദി പറയുന്നു. ഇത് ഞങ്ങളുടെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തട്ടെ. വലിയൊരു മാറ്റം ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങൾക്കുണ്ടാകുവാനായി ഇന്ന് എന്താണോ അങ്ങ് പകരുവാൻ ആഗ്രഹിക്കുന്നത് അത് ഞങ്ങളുടെ അകത്ത് പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കൈകളെ അടിച്ച് ആ ദൈവദാസനെ സ്വാഗതം ചെയ്താലും. Praise the Lord, dear pastor and the blessed church. This is Samson Wilson from Mumbai. It is a privilege for me to come and be a part of this 21 days fasting prayer, and I especially thank Lord for this opportunity, and also I want to extend my love and gratitude toward pastor, family, the leaders and the church there. Hallelujah. For today's meditation, let us turn our Bibles to Matthew chapter number 13 and verse 33. Matthew chapter number 13 and verse 33. There we can see in English, he told them another parable. The kingdom of heaven is like a yeast that a woman took and mixed it into a large amount of flour until it worked all through the dough. മലയാളത്തിൽ നമുക്ക് ഈ വചനം കാണാം. അവൻ മറ്റൊരു ഉപമ അവരോട് പറഞ്ഞു, സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശ്യം. അതൊരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ എല്ലാം പുളിച്ചു വരുന്നവോളം അടക്കി വെച്ചു. ഹല്ലേലൂയ. ഈ ഒരു പാരബിൾസ് നമ്മൾ പല പ്രാവശ്യം ഇത് കേട്ട് കാണും. പക്ഷേ ഇന്നത്തെ രാത്രിയുടെ ചിന്തയ്ക്ക് വേണ്ടി ഈ ഒരു വചനം ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ തന്നത് ഞാൻ അത് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ രാജ്യം പുളിച്ച മാവിനോട് സദൃശ്യം എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ പുളിച്ച മാവ് ഈ സ്ത്രീ എടുത്ത് ഒരല്പം പുളിച്ച മാവ് എടുത്തിട്ട് 3 പറ മാവിൽ അതിനെ ഇട്ട് മിക്സ് ചെയ്ത് ഒരു ടിഫിനകത്ത് വെച്ച് കാണും. ഞാൻ പറയട്ടെ, രാത്രി മുഴുവൻ ഈ പുളിച്ച മാവ് എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത്, രാജ്യം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത്, രാഷ്ട്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത്, താനായിരിക്കുന്ന ആ ടൗൺ മൊത്തം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഈ പുളിച്ച മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ രാജ്യം പുളിച്ച മാവിനോട് സദൃശ്യമാണ്. ഇതിനെ മോർ ക്ലിയർലി ഇഫ് ഐ സേ, അവർ ഗോഡ്സ് ക്യാരക്ടർ ഈസ് just like a yeast. Hallelujah. എല്ലാം ഉറങ്ങിക്കിടക്കുന്ന സമയത്തും, എല്ലാം ലോക്ക്ഡൗൺ ആയി കിടക്കുന്ന സമയത്തും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന, നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്ന, നമുക്ക് വേണ്ടി ഉണർന്നിരിക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രികാലം മനസ്സിലാക്കണം, നമുക്ക് നമ്മുടെ ഇടയിൽ ഉണ്ട്. ഹല്ലേലൂയ. Our God's character is that he is all time working God. Hallelujah. Jesus himself said that I and my Father, we both are working. Hallelujah.
I and my Father both are working. Hallelujah. ദൈവത്തിൻ്റെ പ്രത്യേകതയാണ് ദൈവം ഉറങ്ങുന്നില്ല, ദൈവം എല്ലായ്പ്പോഴും പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. ഈ കൊറോണ കാലത്ത് പോലും ഞാൻ പറയട്ടെ, എല്ലാം ലോക്ക്ഡൗൺ ആയ സമയത്തും ചർച്ചസ് ബന്ധായ സമയത്തും എല്ലാം ക്ലോസ് ഡൗൺ ആയ സമയത്തും നമ്മുടെ ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ദൈവം വർക്ക് മോഡിലാണ്. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയട്ടെ, ദൈവം പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷേ ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ തേജസ്, ദൈവത്തിൻ്റെ പ്രവൃത്തി റിവീൽ ആവണമെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നത് മനുഷ്യരോടുള്ള ഒരു പാർട്ട്ണർഷിപ്പാണ്. ഹല്ലേലൂയ. ആദാം പാപത്തിൽ വീണ മുതൽ ദൈവത്തിൻ്റെ കണ്ണുകൾ, God's eyes is looking to and fro. Is there anybody seeking God? The working God is seeking, is there anybody to work with me? Again, let me tell that. The working God is seeking that is anybody to work with me. Hallelujah. നോഹയെ ദൈവം കണ്ടു, അബ്രഹാമിനെ ദൈവം കണ്ടു. ഇവർ വിശ്വസ്തരെന്ന് ദൈവം എണ്ണിയപ്പോൾ അവരെ കർത്താവ് യൂസ് ചെയ്തു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണാം. ഹല്ലേലൂയ. അപ്പോൾ അവിടുന്ന് ഒരു വ്യക്തിനെ എടുത്ത് ഇവിടുന്ന് ഒരു വ്യക്തിനെ എടുത്ത് ഭാഗമായി ദൈവം വർക്ക് ചെയ്തതായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ കാണാം. പക്ഷെ ഒരു സമയം വന്നു, ഏലിയാവിൻ്റെ സമയം. ഹല്ലേലൂയ. When the time of Elijah came, there we can see that Elijah rebuilt the altar. Hallelujah. ദൈവത്തിൻ്റെ കണ്ണുകൾ എന്നെ അന്വേഷിക്കുന്ന ആരെങ്കിലും ഉണ്ടോ, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ അവിടെ നമുക്കൊരു വ്യക്തിനെ കാണാം, ഏലിയാവിനെ കാണാം. Hallelujah. Elijah, he stood up and he rebuilt the altar. Hallelujah. When you read 1 King chapter 18 and verse 30, there we can see Elijah stood up, he rose up and he rebuilt the altar. Hallelujah. And thus the glory of God came down. When the measure of fullness came, David built the ark and he rebuilt and he restored the altar, and there the God's glory was revealed. And again the day came when Solomon built the temple. Their altar was made and God's glory again was revealed on that altar, but later that altar was broken. Hallelujah. Now God said, it is enough, I will not trust in any man. Hallelujah. God said, enough is enough, now I will rise. Hallelujah. God himself came down and he was made altar for you and me. ദൈവം തന്നെ നമുക്ക് വേണ്ടി ഒരു യാഗപീഠമായി തീർന്നു. നമ്മൾ പാപികളായിരിക്കുന്ന സമയത്ത് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. So that if anybody believes in Jesus, in his name, you can be an altar. Hallelujah. You can be an altar, and if you're becoming an altar, let me tell you that God, as the God puts the fire in the times of Elijah, he puts the fire from heaven and he answered to all the nation. Let me tell you that if you believe in Jesus, if you believe in the sacrificial death of Jesus, you can be an altar in this generation where God is going to put his fire and God is going to answer all the nations, all the unbelievers and all those who have rebelled against God. God is going to answer them through you putting the fire. Hallelujah. Come on, somebody shout hallelujah. When Elijah prayed to God in 1 King 18 and verse 36, we can see that he prayed one line, oh God of Abraham, oh God of Isaac, oh God of Jacob. Hallelujah. Answer to us, Father. Answer to us, Father. He prayed, God, prove that you are God in Israel. Let us say that, Lord, prove that you are God in India. Let us exalt his holy name. And as you are doing that, there will not be a fruitlessness, there will be a fruitfulness, and the God's glory and the fire of God is going to fall, and so many people are going to come in the Lord. So many knees are going to be bowed before God, and every tongue shall confess that Jesus is Lord. Hallelujah. For that we must have three things inside of us. Hallelujah.
to be an altar of God, to have a partnership with God in His work, we must have three things. The first thing is that we must have faith in God. Hallelujah. How many of you have faith in God? എത്ര പേർക്ക് ഞാൻ പറഞ്ഞത് ആമേൻ ആമേൻ ദൈവത്തിന്റെ മുമ്പാകെ ഒരു യാഗപീഠമായി തീരുവാൻ ഹല്ലേലൂയ എത്ര പേർ തയ്യാറാണ്? നിങ്ങൾ തയ്യാറാണെങ്കിൽ മൂന്ന് കാര്യം നമ്മുടെ ഉള്ളിൽ വേണം. ഈ മൂന്ന് കാര്യം നമുക്കുണ്ടെങ്കിൽ കർത്താവ് പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ കൂടെ ഒരു പാർട്ട്ണർഷിപ്പിൽ യാഗപീഠമായി തീർന്ന് ദൈവത്തിൻ്റെ അഗ്നിയെ നമ്മൾ റിസീവ് ചെയ്ത് നേഷൻസ്, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങൾ കർത്താവിനെ സ്വീകരിക്കുന്നത് നമ്മൾ കാണുവാൻ പോവുകയാണ്. പക്ഷെ അതിനുവേണ്ടി മൂന്ന് കാര്യം വേണം. ഹല്ലേലൂയ. ഒന്നാമത്തതാണ് വിശ്വാസം. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഈ ഒരു കാലഘട്ടത്തിൽ വിശ്വാസികൾക്കും വിശ്വാസമില്ലാത്ത ഒരു സമയം ആയിരിക്കുന്നു. പക്ഷെ എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറാണ്? എത്ര പേര് അവിശ്വാസികളുടെ ഇടയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ എത്ര പേര് കർത്താവിൽ വിശ്വസിക്കാൻ തയ്യാറാകുകയാണ്? ഹല്ലേലൂയ. വിശ്വാസമുണ്ടോ? ആമേൻ. ദൈവത്തിന്റെ ഉണർവ് നമ്മൾ കാണാൻ പോവുകയാണ്. ഹല്ലേലൂയ. രണ്ടാമത്തതാണ് ഒരു ഹങ്കർ അല്ലെങ്കിൽ ഒരു തേഴ്സ്റ്റ്, ഒരു വിശപ്പ് നമ്മുടെ ഉള്ളിൽ വേണം. ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ, ദൈവത്തിന്റെ മഹത്വം കാണുവാൻ, ആ ഫയർ, ആ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന ആ ഒരു തീയുടെ അനുഭവം നമ്മൾ കാണണമെങ്കിൽ ഞാൻ പറയട്ടെ, നമുക്കൊരു വിശപ്പ് വേണം. ഹല്ലേലൂയ. ആമേൻ. ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി പല വിശപ്പ് നമുക്ക് കാണാം. പക്ഷെ ഞാൻ പറയട്ടെ, ആത്മീക കാര്യങ്ങൾക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി, ദൈവത്തിന്റെ പ്രവർത്തികൾക്ക് വേണ്ടി, ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി, ആമേൻ, ഉണർവിന് വേണ്ടി എത്ര പേർക്ക് അകത്തൊരു ഒരു വിശപ്പുണ്ട്? എത്ര പേർക്ക് അതിനു വേണ്ടി ഒരു ദാഹമുണ്ട്? എത്ര പേർക്ക് ഒരു ഉണർവിന് വേണ്ടി ഒരു ദാഹമുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, ഈ 21 ദിവസം വിശപ്പ് ഫിസിക്കൽ ഹങ്കറിനെ മാറ്റി, ഫിസിക്കൽ വിശപ്പിനെ മാറ്റി ഒരു സ്പിരിച്വൽ ഹങ്കർ റിവൈവലിന് വേണ്ടി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് അത് പുറത്തു വരുമ്പോൾ വലിയൊരു ഉണർവിൻ്റെ സാക്ഷികളായി തീരുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. സാക്ഷികൾ എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ ഉണർവ് കണ്ടു നിൽക്കാൻ വേണ്ടിയല്ല, ഉണർവിൻ്റെ ഒരു ഭാഗമായി തീരാൻ ദൈവം ഈ കാലഘട്ടത്തിൽ നമ്മളെ യൂസ് ചെയ്യാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരൊരു ആമേൻ പറഞ്ഞാട്ടെ, ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പോൾ ഒന്നാമത് നമുക്ക് വിശ്വാസം വേണം, രണ്ടാമത് നമുക്കൊരു ദാഹം വേണം, മൂന്നാമത്തതാണ് അസോസിയേഷൻ അല്ലെങ്കിൽ കൂട്ടായ്മ. ഹല്ലേലൂയ. ദൈവത്തോട് കൂട്ടായ്മ, ദൈവജനത്തോട് കൂട്ടായ്മ. ആമേൻ ആമേൻ. അങ്ങനെ ആയിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മൾ കാണാൻ പോകുന്നത്, ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ കാണാൻ പോകുന്നത്, ദൈവത്തിൻ്റെ ആമേൻ ആ ഒരു ഉണർവ് നമ്മുടെ രാജ്യത്തിൽ നമ്മൾ കാണാൻ പോവുകയാണ്. മൂന്ന് കാര്യം ഞാൻ പറഞ്ഞു. ഒന്നാമത്തത് വിശ്വാസം നമുക്ക് വേണം, രണ്ടാമത്തത് ദൈവത്തിൻ്റെ വിശപ്പ്, ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി ഒരു വിശപ്പ്, ഒരു ദാഹം നമ്മുടെ ഉള്ളിൽ വേണം, മൂന്നാമത്തതാണ് കൂട്ടായ്മ. ഈ മൂന്ന് കാര്യം ഉണ്ടോ, നമ്മൾ ദൈവത്തിൻ്റെ ഉണർവ്, ദൈവത്തിൽ നിന്നൊരു വലിയൊരു ഉണർവ് നമ്മൾ കാണാൻ പോവുകയാണ്. ഹല്ലേലൂയ. എത്ര പേര് എൻ്റെ കൂടെ ഒരു ഡിക്ലെയർ ചെയ്യാൻ റെഡിയാണ്? ഹല്ലേലൂയ. ഇന്ത്യ വിൽ ബി ദി പ്ലാറ്റ്ഫോം ഫോർ ഗോഡ്സ് ഗ്ലോറി ടു ദ നേഷൻസ് ഓഫ് ദ വേൾഡ്. രാജ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഭാരതദേശം ഹല്ലേലൂയ ഒരു ഉണർവിൻ്റെ ഒരു പ്ലാറ്റ്ഫോം, ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ഒരു പ്ലാറ്റ്ഫോമായി. അതിലുപരി ഞാൻ പറഞ്ഞാൽ ഇന്ത്യ is going to be an altar for God. Hallelujah. Where God is going to pour His fire and He is going to answer by fire. Hallelujah. Let as a patriots of our nation, let us come ahead and seek an audience with the King of Kings on behalf of 1.5 billion people of India. Hallelujah. God is searching. Is there somebody who is having a hunger? Hallelujah. God is searching. Is there anybody who is having association with me? God is searching. Is there anybody who is having faith with Him? Let us have that. And let us pray to God for a great revival. We are going to see a revival because it is not a season of corona. This is a season of revival. ഞാൻ പിന്നെയും പറയട്ടെ, ഇത് കൊറോണയുടെ കാലമല്ല, ഇത് ഉണർവിൻ്റെ കാലമാണ്. പിന്നെ ഞാൻ ആത്മാവിൽ പറയട്ടെ, ഹല്ലേലൂയ, ഇത് കൊറോണയുടെ കാലമല്ല, ഇത് ഉണർവിൻ്റെ കാലമാണ്. വിശ്വസിക്കുന്നവർ ഒരു ആമേൻ പറഞ്ഞാട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാൻ. ഹല്ലേലൂയ. കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവേ, അങ്ങ് ഞങ്ങളോട് വാഗ്ദത്തം ചെയ്തതുപോലെ ഞങ്ങൾ തിരികെ വരുമ്പോൾ ദൈവമേ, നീയും ഞങ്ങളോട് ആമേൻ അടുക്കുന്ന ഒരു ദൈവമാണല്ലോ. Lord, when we come back, you are the God who comes back to us. Hallelujah. Lord, we declare and we believe and we take a decision to change. Hallelujah. To change in our thinking, to change in our speaking, to change in our walk, Lord. എല്ലാത്തിലും ഒരു മാറ്റം, ഒരു പുതുക്കം കർത്താവേ, ഈ 21 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന
പ്രാർത്ഥിക്കുന്ന എല്ലാ വിശ്വാസികളുടെ മുകളിലേക്ക് കർത്താവെ ആമേൻ ആ ഒരു ചേഞ്ച് കർത്താവ് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് വിശ്വാസത്താൽ. ഹല്ലേലൂയ ഹല്ലേലൂയ. പിന്നെയും കർത്താവെ ഉണർവിന് വേണ്ടി ഹല്ലേലൂയ, ഉണർവ് കണ്ടുകൊണ്ടിരിക്കാനല്ല ആമേൻ, ഉണർവിൻ്റെ വാർത്തകൾ കേൾക്കാനല്ല കർത്താവെ, ഉണർവിനെ കുറിച്ച് ആമേൻ ടു ഓൺലി നോട്ട് ടു റിസർച്ച് അബൌട്ട് റിവൈവൽ ബട്ട് ബീയിങ് എ പാർട്ട് ഓഫ് റിവൈവൽ കർത്താവെ, അതിനുവേണ്ടി ഉള്ള ഒരു വിശ്വാസം, അതിനുവേണ്ടി ഉള്ള ഒരു ആമേൻ ആത്മീക ദാഹം, അതിനുവേണ്ടി ഉള്ള ഒരു ഹല്ലേലൂയ കൂട്ടായ്മ കർത്താവെ ഞങ്ങളിൽ നിന്ന് കർത്താവെ ഹല്ലേലൂയ ഉളവാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഓ ശബഹസഖാരബനഹസ്യാഥന. ഓ പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ. Holy Spirit is the great revivalist. Hallelujah. And that revivalist is going to revive you, and that revivalist is going to create new things that you have never seen. He is going to bring things that you have never heard. He is going to put into our hearts that we have never thought of. Hallelujah. Take us Holy Spirit into that realm of great things. Hallelujah. Call upon me and I shall answer you. Lord, we pray and we call upon you. Answer us, Lord. Answer us through your fire, Master. Hallelujah. We give ourselves as an altar. Oh God, put up your fire and let it be an answer to so many questions, oh Master. Hallelujah. Once again, we give this blessed church into your hand, Master. Thank you for blessing us. Thank you for blessing us. Hallelujah. Hallelujah. Once again, we declare this is not a season of corona. This is the season of revival. Hallelujah. For that, Lord, use us, Master. Hallelujah. We give everything into your hands, Master. Thank you for listening our prayer. In Jesus' name, somebody shout and amen. Hallelujah. Praise the Lord. May God bless you. May God bless you. Thank you so much for making me a part of this great event. We love you. We bless you. Thank you so much. God bless you. Amen. Thank you, Brother Samson Wilson. We are blessed with your God-given word. നമ്മുടെ ദൈവം ഒരിക്കലും മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, എപ്പോഴും നമ്മൾക്ക് വേണ്ടി നല്ലൊരു ഭാവിക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിലുള്ള വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവചന സന്ദേശം നമ്മൾ കേട്ടു. തുടർന്ന് നമ്മൾ അല്പനേരം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രാർത്ഥന സ്വർഗത്തെ വേഗത്തിൽ ചലിപ്പിക്കും. പ്രാർത്ഥന ദൈവത്തിൻ്റെ കരത്തിന് വേഗത കൂട്ടുന്നു. പ്രാർത്ഥന ദൈവദൂതന്മാരുടെ ചിറകിന് വേഗത കൂട്ടുന്നു. ഒരു ഡിവൈൻ ആക്സലറേഷൻ നമ്മൾ ഈ ഉപവാസ പ്രാർത്ഥനയിൽ വെച്ചിരിക്കുന്ന എല്ലാ പ്രാർത്ഥന വിഷയങ്ങളുടെ മേലും കർത്താവിൻ്റെ ഒരു ഡിവൈൻ ആക്സലറേഷൻ, ഒരു ദൈവിക വേഗത അതിൽ പരിശുദ്ധാത്മാവ് നൽകും. വിശ്വസിക്കുന്നവർ കൈകൾ ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചാലും. 2 സെഷനായിട്ടായിരിക്കും നമ്മളിപ്പോൾ ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഒരു സ്വസ്ഥതയ്ക്ക് വേണ്ടി, റെസ്റ്റ് ഇൻ ദ ലോർഡ്. നമ്മൾ ഒത്തിരി ഭാരം വഹിക്കുന്നവരാണ്. മനസ്സിനകത്ത് ടെൻഷനും എല്ലാം ഉണ്ട്. ജോലിയുടെ ബുദ്ധിമുട്ട്, കുടുംബത്തിൻ്റെ ഭാരം, മറ്റു പല രീതിയിലും നമ്മൾ സഫർ ചെയ്ത് മുമ്പോട്ട് പോവുകയാണ്. പക്ഷേ ദൈവത്തിൻ്റെ വചനം സങ്കീർത്തന പുസ്തകം 37 അതിൻ്റെ 7 പറയുന്ന ഇപ്രകാരമാണ്: യഹോവയുടെ മുൻപാകെ മിണ്ടാതെ ഇരുന്ന് അവനായി പ്രത്യാശ വെക്ക. കാര്യം സാധ്യം പ്രാപിക്കുന്നവനെയും ദുരുപായം ഉപയോഗിക്കുന്നവനെയും കുറിച്ച് നീ മുഷിയരുത്. Do not look on the face of man. Do not look on the problems. Look on the face of God. ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുക. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവങ്കലേക്ക് നോക്കിയവർ, കർത്താവിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. ഒരു നിമിഷം 2 കൈകളും മാറിനോട് ചേർത്ത് വെച്ച് ഇന്ന് തന്നെ ദ സ്പിരിറ്റ് ഓഫ് ഡിപ്രഷൻ മാറിപ്പോകട്ടെ. സ്പിരിറ്റ് ഓഫ് ആങ്സൈറ്റി ഈ പ്രാർത്ഥനയിൽ മാറിപ്പോകട്ടെ. സ്പിരിറ്റ് ഓഫ് സഫറിങ് മാറിപ്പോകട്ടെ. നമ്മളെ വല്ലാതെ ഞെരിക്കുന്നതെല്ലാം മാറിപ്പോകട്ടെ. വൈകാരിക മേഖലയിൽ നമ്മളെ ഞെരിക്കുന്നതെന്ന് മാറിപ്പോകണം. കൈകൾ 2 നെഞ്ചിനോട് ചേർത്ത് വെച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയേ. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന ഒരു സ്വസ്ഥതയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ക്രിസ്തുവിൽ ഞങ്ങൾക്കൊരു സ്വസ്ഥത നൽകണമേ. ഈ സമയത്ത് നിങ്ങൾ എവിടെയായിരുന്നാലും കൈകൾ 2 നെഞ്ചിനോട് ചേർത്ത് വെച്ച് വായ്കൾ തുറന്നൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. നമ്മുടെ കർത്താവ് അടുത്തുണ്ടെങ്കിൽ തന്നെ ഒരു സമാധാനമാണ്. നമ്മുടെ കർത്താവിൻ്റെ ആണിപ്പഴുതുള്ള കരം വെച്ച് തൻ്റെ നെഞ്ചിലേക്ക് അവൻ ചേർത്ത് നിർത്തുമ്പോൾ അതൊരു സമാധാനമാണ്. ഈ സമയത്ത് അങ്ങനെ ഒന്ന് സംഭവിക്കുകയാണ്. സങ്കീർത്തനം 27:14 പറയുന്നു, യഹോവയെങ്കിൽ കർത്താവിങ്കിൽ പ്രത്യാശ വെക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം
ഉറച്ചിരിക്കട്ടെ. അതെ, കർത്താവിൽ തന്നെ പ്രത്യാശ വെക്കുക. ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൽ പ്രത്യാശ വെക്കുന്ന ഒരു ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. ട്രൂ ഹോപ്പ് നെവർ ഫെയിൽസ് അസ്. ഒരിക്കലും ശരിയായ ഒരു സത്യമായ പ്രത്യാശ നമ്മളെ പരാജയപ്പെടുത്തില്ല. ബിക്കോസ് അവർ ഗോഡ് ഈസ് ദ ഗോഡ് ഓഫ് ഹോപ്പ്. നമ്മുടെ ദൈവം പ്രത്യാശയുടെ ദൈവമാണ്. നമ്മുടെ ദൈവം ആ പ്രത്യാശ നൽകുന്നത്. ഹി എസ്റ്റാബ്ലിഷ്ഡ് ദ ഹോപ്പ്. ദൈവമാണ് ആ പ്രത്യാശയെ നമ്മൾ സ്ഥാപിച്ച് നമ്മളിലേക്ക് കൂടി നടത്തിയെടുക്കുന്നത്. ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ കരം ഞങ്ങളുടെ മേൽ വെച്ചിട്ടുണ്ടല്ലോ കർത്താവ്. ഇന്ന് ഞങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ല അതൊരു സ്വസ്ഥത ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണമേ. ഈ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുന്നത് കർത്താവിൽ പ്രത്യാശയുള്ളവരായി, ക്രിസ്തുവിൽ പ്രത്യാശയുള്ളവരായി, സ്വസ്ഥതയുള്ള ഹൃദയത്തോടെ, സ്വസ്ഥ മാനസൻ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഒരു സ്വസ്ഥമുള്ള വികാരമണ്ഡലം, ഒരു സ്വസ്ഥതയുള്ള വികാരമണ്ഡലം, ഒരു സ്വസ്ഥതയുള്ള ചിന്താമണ്ഡലം, ഒരു സ്വസ്ഥതയുള്ള ഓർമ്മ മണ്ഡലം, ഒരു സ്വസ്ഥതയുള്ള ഹൃദയം, ഒരു സ്വസ്ഥതയുള്ള ഒരു ജീവിതം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ, ആരാധനയിൽ, ദൈവവചന ശുശ്രൂഷയിൽ എല്ലാം ഞങ്ങളുടെ അകത്തേക്ക് അതങ്ങ് ഇട്ട് തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, സങ്കീർത്തനം 40:1 പറയുന്നത് പോലെ ഞങ്ങൾ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. ഞങ്ങൾ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, കാത്തിരിക്കുന്നു. അവൻ എങ്കിലേക്ക് ചാഞ്ഞെൻ്റെ നിലവിളി കേട്ടു. ഞങ്ങളുടെ കരച്ചിൽ കേൾക്കുന്ന ഒരു ദൈവം, ഹൃദയത്തിലെ ശ്വാസോച്ഛ്വാസത്തിൻ്റെ ആ ഒരു കാര്യം പോലും അറിയുന്നവനാണങ്ങ്. ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പാ, ഞങ്ങളുടെ മേലത് പകരണമേ. മനുഷ്യർക്കത് തരുവാൻ സാധ്യമല്ല. ഒരു ഭർത്താവിനത് ഭാര്യയ്ക്ക് കൊടുക്കാൻ സാധ്യമല്ല. അപ്പന് മക്കൾക്ക് കൊടുക്കാൻ പറ്റില്ല, തിരിച്ചും പറ്റില്ല. ഒരു രാഷ്ട്രീയ നേതാവിനോ ഒരു രാഷ്ട്ര നേതാവിനോ തരുവാൻ സാധിക്കത്തില്ല. അത് തരുവാൻ കർത്താവിന് മാത്രമേ സാധിക്കത്തുള്ളൂ. നന്ദി കർത്താവേ, നന്ദി പരിശുദ്ധ. ഞങ്ങളുടെ ഹൃദയം സ്വസ്ഥതയുള്ളൊരു ഹൃദയമാക്കി ഞാൻ നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം ഒരിക്കൽ കൂടി നാം പ്രാർത്ഥിക്കുമ്പോൾ ഈ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മൾ 14ാമത്തെ ദിവസമാണ് നാം പ്രാർത്ഥിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലേക്കെല്ലാം തിരിഞ്ഞു നോക്കുമ്പോൾ ഹല്ലേലൂയ, ആത്മീയ മേഖലയിൽ ശക്തി പ്രാപിച്ചുകൊണ്ട് ശക്തിയിൽ നിന്ന് ശക്തിയിലേക്ക് ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മ പ്രാപ്തരാക്കിക്കൊണ്ട് ഹല്ലേലൂയ നാം മുന്നോട്ട് പോകുമ്പോൾ ഹല്ലേലൂയ 21 ദിവസം കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ ഹല്ലേലൂയ വ്യാപരിച്ചുകൊണ്ട് പൂർവാധിക ശക്തിയോടുകൂടി ആത്മീയ മേഖലയിൽ മുന്നേറുവാനുള്ള ആ കൃപ നമ്മുടെ മേൽ പകർന്നിട്ടുണ്ട്. ഹല്ലേലൂയ. കോരേഹ് പുത്രന്മാരോട് ചേർന്നതുകൊണ്ട് ഹല്ലേലൂയ കുരികിലൊരു വീടും മീവൽപക്ഷി തൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. ഞങ്ങൾ രാജാവ് കർത്താവായ യഹോവയുടെ യാഗപീഠങ്ങളെ തൻ്റെ കയറി പിടിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നാം നിൽക്കുന്നത്, നാം ആയിരിക്കുന്നത്, നാം ആരാധിക്കുന്നത് ദൈവസ്ഥനിൽ കടന്നു വന്നിരിക്കുമ്പോൾ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നാൾക്ക് നാൾ നാം ബലം പ്രാപിച്ചുകൊണ്ട് മുന്നേറുവാൻ ഹല്ലേലൂയ നമ്മളുടെ ശക്തി വ്യാപരിച്ചുകൊണ്ട് ഹല്ലേലൂയ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാവണമെന്ന് പറയുവാൻ ഹല്ലേലൂയ ഞങ്ങൾ ഇടയാക്കി തരുന്ന കൃപയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിപ്പാൻ തുടങ്ങിയാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഉപവാസ പ്രാർത്ഥന നമ്മുടെ ജീവിത ഗതിയെ മാറ്റി മറിക്കുവാൻ തക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് അഭിഷേകത്താൽ നിറഞ്ഞുകൊണ്ട് കർത്താവിനോട് ചേർന്നിരിപ്പാൻ തക്കണം. എല്ലാ പ്രതിസന്ധികളെയും മാറ്റിക്കൊണ്ട് ഹല്ലേലൂയ ഞാൻ വിശ്വാസത്താൽ ഹല്ലേലൂയ ഞാൻ മതിൽ ചാടി കടക്കും, ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. അതുപോലെ വിശ്വാസത്തിന് വാക്കുകൾ പറയുവാൻ കർത്താവിനെ ശക്തനാക്കണമേ എന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവ് ജനത്തെ അവിടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവികമായ അഭിഷേകം ഓരോരുത്തരുടെ മേൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവികമായ ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഓരോ ജനത്തെ അവിടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ അഭിഷേകത്താൽ നിറയട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ആരാധന രീതികൾ മാറട്ടെ, ദൈവത്തോടുള്ള ബന്ധം കൂടുതൽ ശക്തി പ്രാപിച്ച് മുന്നേറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചില രോഗികൾ സൗഖ്യമാകട്ടെ, ഓരോ ദേശങ്ങളിൽ ചില അന്ധകാര ശക്തികൾ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കാൻ നന്ദി കർത്താവേ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ കൃപ നൽകുന്നുവല്ലോ. ഞങ്ങൾ സ്തുതിക്കുകയാണ്. ദൈവത്തിന്റെ വചനം പറയുന്ന സദൃശവാക്യം 3:5 3-ാം അധ്യായം അതിന്റെ 5-6 വാക്യങ്ങൾ. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, നിന്നെ എല്ലാ വഴികളും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. ഈ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മുടെ പാതകളെ ദൈവം നേരെയാക്കും. നമ്മുടെ മുമ്പിൽ നമ്മൾക്ക്
മുന്നോട്ട് പോകുവാൻ കഴിയാതെ തടസ്സമായി നിൽക്കുന്ന ചില വഴികളുണ്ട്. അതിനെ എല്ലാം കർത്താവ് എടുത്തു മാറ്റി വഴികളെ തന്റെ ദൂതനെ അയച്ച് നിരപ്പാക്കും. ചിലപ്പോൾ യഹോവയായ ദൈവം തന്നെ ഇറങ്ങി വന്ന് അതിനെ നിരപ്പാക്കി തരും. കൈകൾ ഉയർത്തി, കർത്താവെ, ഞങ്ങളുടെ മുൻപിലുള്ള പാതകളെ എല്ലാ ക്രൂക്കഡ് വേഴ്സിനെയും എല്ലാ അങ്ങനെ വളഞ്ഞും പുളഞ്ഞും ഇരിക്കുന്ന തെറ്റായ എല്ലാ പാതകളെയും നേരെയാക്കി തരണമേ കർത്താവെ. ഉപവാസ ഇന്നത്തെ ദിവസം തന്നെ ചില ദൂതുകളാൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ കർത്താവ്. പ്രവചന ശബ്ദത്താൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ആരാധന ഇറങ്ങുന്ന ദൈവ സാന്നിധ്യത്താൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തോടെ സംസാരിക്കണം. ആരാധന ദൈവത്തിന്റെ വചനം ഇറങ്ങി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. We give you glory and honor, Lord. We give you everything, Father. In Jesus' name, amen, 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 amen. Hallelujah, hallelujah, hallelujah. 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന 14ാമത്തെ ദിവസം നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഒത്തിരി കർത്താവിൽ നിന്ന് പ്രാപിച്ച് ദൈവത്തിൽ നിന്ന് വചനത്താലും ദൈവശക്തിയാലും നമ്മൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥനയോടുകൂടി തുടർന്ന് ദൈവവചനത്തിൽ സംസാരിക്കാൻ പോകുന്നത് പാസ്റ്റർ എബ്രഹാം വർഗീസ് ന്യൂജേഴ്സിയിൽ നിന്നാണ്. മഷിഹി മന്ദിർ എന്ന് പറയുന്ന സഭയുടെ സീനിയർ പാസ്റ്ററായി അദ്ദേഹം ശുശ്രൂഷിക്കുന്നു. ഒത്തിരി വർഷക്കാലം അദ്ദേഹം ഇന്ത്യയിൽ സ്പോർട്സ് മിനിസ്ട്രിയോടനുബന്ധിച്ച് തൻ്റെ ശുശ്രൂഷകൾ താൻ നിവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ന്യൂജേഴ്സിയിലുള്ള ചേർച്ചിൽ പാസ്റ്ററും സിസ്റ്ററും പോയി ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം ഇവിടെ നമ്മുടെ ഒരു ഉപവാസ പ്രാർത്ഥനയിൽ 7 ദിവസത്തെ ഒരു ഉപവാസ പ്രാർത്ഥനയാണെന്ന് തോന്നുന്നു അദ്ദേഹം ഇവിടെ വരികയും ശുശ്രൂഷിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷിപ്പ് ലീഡറാണ് അദ്ദേഹം. ദൈവവചനം അതിശക്തമായ അദ്ദേഹം ശുശ്രൂഷിക്കും. ഇന്ന് വളരെ പ്രാർത്ഥനയോടുകൂടി വലിയ പ്രതീക്ഷയോടുകൂടെ നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. പാസ്റ്റർ എബ്രഹാം വർഗീസ് ന്യൂജേഴ്സിയിൽ നിന്ന് കൈകളടിച്ചുകൊണ്ട് ദേവദാസനെ ഇന്ന് ശുശ്രൂഷയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്താലും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രത്യേക ബ്ലെസ്സിംഗ് ടുഡേയുടെ ഈ 21 ദിവസ ഉപവാസ പ്രാർത്ഥനയുടെ ഒരു ഭാഗമാകാൻ എളിയവരായ എനിക്കും അവസരം ലഭിച്ചതിന് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേക ഡാമിയൻ പാസ്റ്ററിനും കുടുംബത്തിനും സഭയിലെ എല്ലാ വിശ്വാസികൾക്കും എൻ്റെ പ്രത്യേക നന്ദി. ഗ്രീറ്റിംഗ്സ് ഫ്രം മസീഹ് മദർ ചർച്ച്, എഡിസൺ, ന്യൂജേഴ്സി. ഹല്ലേലൂയ. എത്ര വലിയവനായ ദൈവത്തെ നമ്മൾ സേവിക്കുന്ന ദൈവമക്കളെ. നമുക്കറിയാം, ഇന്ന് എല്ലാ വ്യക്തികളും ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലും തന്നെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ പാൻഡമിക് വിഷമതകൾ എല്ലാം നമ്മൾ അറിയുന്നുണ്ട്. എന്നാലും we can say it, our God still on the throne. Amen. വചനം സംസാരിക്കുന്നതിന് മുൻപ് അല്പസമയം നമുക്ക് ഈ സർവശക്തനായ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. Hallelujah. Yeshua, there is no one like you, Lord. We praise you. Majesty, we worship you, Lord. Blessing and honor, glory and power be unto the ancient of days. From every nation, all of creation, bow before the ancient of days. Every tongue in heaven and earth shall declare your glory. Every knee shall bow at your throne. In worship you will be exalted, O God, and your kingdom shall not pass away, O ancient of days. Blessing and honor, glory and power be unto the ancient of days. From every nation, all of creation, bow before the ancient of days. Every
kingdom shall reign over all the earth. Sing unto the ancient of days. For none can compare to your matchless word. Sing unto the ancient of days. Your kingdom shall reign over all the earth. Sing unto the ancient of days. For none can compare to your matchless word. Sing unto the ancient of days. Every tongue in heaven and earth shall declare your glory. Every knee shall bow at your throne. In worship you will be exalted, O God, and your kingdom shall not pass away, O ancient of days. Hallelujah, you are ancient of days. You are great. You do miracles so great. There is no one else like you. There's no one else like you. You are great. You do miracles so great. There is no one else like you. There is no one else like you. You deserve the glory and the honor. Lord, we lift our hands in worship as we lift your holy name. You deserve the glory and the honor. Lord, we lift our hands in worship as we lift your holy name. Oh, you are great. You do miracles so great. There is no one else like you. There is no one else like you. Oh, you are great. You do miracles so great. There is no one else like you. There is no one else like you. ദൈവമക്കളെ, ഇന്ന് രാത്രികാലം ഏത് സമയത്താണ് നമ്മൾ ആയിരിക്കുന്നതെങ്കിലും ഹല്ലേലൂയ, ഇത്ര വലിയവരായ ദൈവത്തെ സേവിപ്പാൻ ദൈവം നമുക്ക് അവസരം നൽകി. ഹല്ലേലൂയ. ആകാശം മാറിപ്പോവും, ഭൂമി മാറിപ്പോവും, എന്നാൽ തന്റെ വചനത്തിലെ വള്ളിയോ പുള്ളിയോ മാറിപ്പോവില്ല. ഹല്ലേലൂയ. His word shall never pass away. There is no other God beside him. Hallelujah. You are great. You do miracles so great. There is no one else like you. There is no one else like you. You are great. You do miracles so great. There is no one else like you. There is no one else like you. Hallelujah. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സെഴും നിൻമുഖമെൻ ഹൃദയത്തിലാനന്ദമേ. ആരാധനയ്ക്ക് യോഗ്യനായ യേശു, ഇത്ര നല്ലവനായ ഒരു ദൈവത്തെ സേവിപ്പാൻ. Just imagine what he has done for us. യോഗ്യതയില്ലാതെ കിടന്നിരുന്ന നമ്മളെ, തെണ്ടിത്തിരിഞ്ഞ് നടക്കേണ്ടിയവരായ നമ്മളെ കർത്താവിന്റെ ആ അതിമഹത്തായ സ്നേഹം മാറി. ഹല്ലേലൂയ. നമ്മളെ വിളിച്ച് വേർതിരിച്ചു. ഇന്ന് നമുക്ക് അവനെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വിളിച്ച് ആരാധിപ്പാൻ. ആരാധ്യൻ യേശുപരാ,
ഹല്ലേലൂയ. പരിശുദ്ധ ദൈവമേ, ഇന്ന് രാത്രികാലം ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്ന കർത്താവേ, ഞങ്ങളോടങ്ങ് സംസാരിക്കണമേ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. അങ്ങനെ അസാധ്യമായിട്ടൊന്നുമില്ല കർത്താവേ. ഞങ്ങളുടെ ഹൃദയങ്ങളോട് ഇടപെടണമേ. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളോടും അങ്ങ് ഇടപെടണേ കർത്താവേ. സകല മഹത്വവും ഞങ്ങൾ അംഗീകരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് ഒരിക്കൽ കൂടി സഭയ്ക്ക് നന്ദി പറയുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹം നിറഞ്ഞ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ ഗ്രീറ്റിംഗ്സ് അറിയിക്കുന്നു. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലേക്ക് തന്നിരിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവ്യക്തത, ഇന്ന് ലോകമെമ്പാടും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വൈറസിൻ്റെ ഈ പ്രോബ്ലം മുഖാന്തരം ലോകത്തെമ്പാടത്തും ആളുകൾ ഒരു ഭയത്തിൻ്റെ അടിയിലായിരിക്കുന്നു. ദൈവത്തിന് ഞാൻ സ്തുതി പറയുന്നു. ബ്ലെസ്സിങ് ടുഡേ പോലുള്ള സഭകളിൽ പ്രാർത്ഥനകൾ വർദ്ധിക്കുകയും ഇപ്പോഴും ഒരു തടസ്സങ്ങളും ഇല്ലാതെ മീറ്റിങ്ങുകളും എല്ലാം സൂമിലാണെങ്കിലും ദൈവം തന്നിരിക്കുന്ന എല്ലാ രീതിയിലുള്ള മീഡിയംസ് ഉപയോഗിച്ച് ദൈവത്തിൻ്റെ വചനം ഏത് രീതിയിലും ലോകമെമ്പാടും അറിയിക്കുവാൻ പ്രിയ ദൈവദാസനും കൊടുത്തിരിക്കുന്ന ആ ദർശനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ വിഷയത്തിൻ്റെ ആധാരത്തിനായി ഒരു ഭാഗം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മാർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 35 തൊട്ട്. I just want to read a portion from Gospel of Mark chapter 4 verse 35 onwards. Let me read it from Malayalam. അന്ന് സന്ധ്യ ആയപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ പുരുഷാരത്തെ വിട്ടു താൻ പടകിലിരുന്ന പാടെ അവനെ കൊണ്ടുപോയി. മറ്റു ചെറുപടകുകളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ തിരതള്ളിയ കയറുക കൊണ്ട് അത് മുങ്ങുമാറായി. അവൻ അമരത്ത് തലയിണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു കടലിനോട്, അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റ് അമർന്നു, വലിയ ശാന്തത ഉണ്ടായി. പിന്നെ അവൻ അവരോട്, നിങ്ങളിങ്ങനെ ഭീരുക്കൾ ആകുവാൻ എന്ത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. അവർ അവനെ ഭയപ്പെട്ടു. അവർ വളരെ ഭയപ്പെട്ടു. കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആർ എന്ന് തമ്മിൽ പറഞ്ഞു. ഹല്ലേലൂയ. ഒരു വാക്ക് പ്രാർത്ഥിക്കും. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്ന് അങ്ങയുടെ മാറ്റമില്ലാത്ത ഈ വചനം ഈ ഭാഗത്തിൽ നിന്ന് ഈ എളിയവരോടൊന്ന് സംസാരിക്കണം. പരിശുദ്ധാത്മാവേ, ഞങ്ങളോട് ഇടപെടണം. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും ഇതൊരു അനുഗ്രഹമായി തീരുവാൻ, എൻകറേജ്മെൻ്റ് ആയി തീരുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. And dear beloved, this day the people are going through so much fear, but last couple of weeks before, God spoke to me from this particular passage. ഇത് ദൈവത്തിൻ്റെ വചനം എന്നോട് കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് ദൈവം എന്നോട് സംസാരിച്ചപ്പോൾ ദൈവത്തിൻ്റെ വചനം വീണ്ടും അതിൻ്റെ ശക്തിയാൽ നമ്മളെ ഏത് പ്രതിസന്ധികളിലും തളരാതെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. അത് യേശു ക്രിസ്തുവിന്റെ വചനം മാത്രം. There's only one word. God's word can bring us up, encourage us. Hallelujah. Bring us forward in our life. Hallelujah. എന്തിനായിരുന്നു ഈ ഒരു വലിയ കാറ്റും തിരമാലകളും ശിഷ്യന്മാരുടെ ജീവിതത്തിൽ? യേശു ശിഷ്യന്മാരുടെ ലൈഫിനെ കുറിച്ചാണ് ഇത് കാണിക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായി? അതിൻ്റെ ആൻസർ 41-ാമത്തെ വാക്യത്തിൽ തന്നെയുണ്ട്. അവർ വളരെ ഭയപ്പെട്ടു. കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആർ എന്ന് തമ്മിൽ പറഞ്ഞു. യേശു ആര്? ഏത് പ്രതിസന്ധികളിലും ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഈ യേശുവിനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ലോകത്തിൽ ഏത് രീതിയിലുള്ള വൈറസുകൾ വന്നാലും പ്രശ്നങ്ങൾ വന്നാലും എക്കണോമി ഡൗൺ ആയാലും നിങ്ങൾക്ക് ഈ പ്രകൃതിയെയും ലോകത്തെ അഖിലാണ്ടങ്ങളെയും സൃഷ്ടിച്ചവനായ യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകാനിടയാകും. ഹല്ലേലൂയ. ഈ ഒരു സംഭവം, മാർക്കോസിന് എഴുതിയിരിക്കുന്ന ഈ സംഭവം ചില കാര്യങ്ങൾ വീണ്ടും യേശുവിനെ പറ്റി പ്രൂവ് ചെയ്യാനിടയായി. ഹല്ലേലൂയ.
ഒരു കാര്യം, നമ്പർ 1, യേശു ആരാണ് എന്ന് ഉള്ള തെളിയിക്കപ്പെട്ടു ഇവിടെ. തൻ്റെ ശിഷ്യന്മാരുടെ മുൻപാകെ ഇവൻ സാധാരണക്കാരനല്ല എന്ന് തെളിയിക്കപ്പെട്ടു. അവന് പ്രകൃതിയോട് പോലും തനിക്ക് വളരെ ശക്തി, പ്രകൃതിന് മേല് അവന് ശക്തി ഉണ്ട്, അവന് അധികാരമുണ്ട് എന്ന് ശിഷ്യന്മാരും മനസ്സിലാക്കാനിടയായി. ഹല്ലേലൂയ. ഇത് അവനെ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന തൻ്റെ ഫോളോവേഴ്സിന് ആയ ശിഷ്യന്മാർക്ക് അതൊരു വലിയ വിശ്വാസത്തിന് ഒരു ആഴമായ ഒരു താങ്ങായി തീർന്നു. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. എല്ലാ ജനറേഷനിലും ദൈവത്തിൻ്റെ ഈ ഭയങ്കരമായ ദൈവത്തിൻ്റെ ആ ശക്തിയും അവൻ്റെ ഡെലിവറൻസും ഏത് രീതിയിലുള്ള പ്രശ്നങ്ങളോ ഏത് രീതിയിലുള്ള അലകളോ ഏത് രീതിയിലുള്ള കാറ്റുകളോ കോളുകളോ ഉണ്ടായാലും ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ മാത്രമേ അതിൻ്റെ ആ ശക്തി നമുക്ക് മനസ്സിലാകട്ടുള്ളൂ. ദൈവമക്കളെ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. നമുക്കറിയാം ഈ ഒരു ഭാവം, ഈ 4-ാം അധ്യായം മർക്കോസിൻ്റെ സുവിശേഷം പറയുന്ന പല ഉപമകളാൽ യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് നമുക്കറിയാം. സോ ലെറ്റ് മീ ടെൽ യു സംതിങ്. വെൻ യു ലിസൺ, സ്റ്റഡി എ വേർഡ്, ഉദാഹരണം നിങ്ങളുടെ പാസ്റ്റർ നല്ല വചനം നിങ്ങൾക്ക് പറഞ്ഞു തരും. പക്ഷേ ഇത് പഠിച്ചുകൊണ്ടിരുന്നാൽ മാത്രം, ഉള്ള പ്രസംഗങ്ങളെല്ലാം കേട്ടുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, അതിനൊരു പ്രാക്ടിക്കൽ ക്ലാസ്സിന് കൂടെ ആവശ്യമുണ്ട്. അതുപോലെ because Jesus was taking classes for the disciples, and now I believe this incident was a practical exam or a practical lesson for them. Hallelujah. So അതിൻ്റെ മേളിലുള്ള എല്ലാം താൻ വചനത്തെക്കുറിച്ചുള്ള ഒരു കാര്യമാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ റോമാലേഖനം 10-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം നമുക്കറിയാം. Romans 10:17 say faith comes by hearing and hearing the word of God. വിശ്വാസം കേൾവിയാലും ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതിൽ കൂടി നമുക്ക് വിശ്വാസം വർദ്ധിക്കും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അതുകൊണ്ട് യേശു പ്രസംഗിച്ചുകൊണ്ടിരുന്നു, ഉപമകളാൽ അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അടുത്ത പടിയിലേക്ക് അവരെ കൊണ്ടുപോവുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലും നമ്മൾ വായിക്കുന്ന ദൈവത്തിൻ്റെ വചനം അത് പ്രാക്ടിക്കലാകാൻ, അത് വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമാണ്. ഹല്ലേലൂയ. സോ ഇത് സംഭവിക്കാൻ ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ there will be trials and storms, sometime it can come. Hallelujah. So യേശു ശിഷ്യന്മാരോട് നമുക്ക് അക്കരെ പോകാം എന്ന് പറഞ്ഞപ്പോൾ തന്നെ യേശുവിനറിയാം there is going to be a storm. Hallelujah. സോ ചില സമയത്ത് നമുക്കൊരു ചിന്തയുണ്ട്, നമ്മൾ ദൈവത്തെ അവിശ്വസിക്കുകയോ അനുസരണക്കേട് കാണിക്കുമ്പോഴാണോ നമ്മൾ ഒരു കാറ്റിലും കോളിലും അകപ്പെടുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. യോനയുടെ ഉദാഹരണം നോക്കുക. ജോനാസ് ലൈഫ്, he was disobedient, so he was met with a storm in his life. But ഇവിടെ നമുക്ക് നേരെ തിരിച്ചാണ്. അവർ ശിഷ്യന്മാർ യേശുവിനെ അനുസരിച്ചപ്പോഴാണ് അവർ they facing that storm in their life. Hallelujah. So ഈ ഒരു കാര്യം നമ്മൾ പഠിക്കുമ്പോൾ ദൈവമക്കളെ, ഇവിടെ ഈ ഒരു ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ 3 കാര്യങ്ങൾ മുഖാന്തരം അവർ ഈ ഭയപ്പെടേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് നമ്മളിത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിൻ്റെ 35-ാം വാക്യത്തിൽ യേശു പറയാണ്, അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരെ പോവുക എന്ന് അവൻ അവരോട് പറഞ്ഞു. ഹല്ലേലൂയ. സോ നമ്പർ 1, എന്തുകൊണ്ട് അവർ ഭയപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു? അവർക്ക് വാഗ്ദത്തം, നമുക്ക് അക്കരെ പോകാം. ആര് പറഞ്ഞു? യേശു പറഞ്ഞു നമുക്ക് അക്കരെ പോകാം. യേശു ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അക്കരെ കൊണ്ട് എത്തിച്ചിരിക്കും. എന്നാൽ ആ യാത്രക്കിടയിൽ ഒരു സ്റ്റോം ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞില്ല. പക്ഷേ ഇറ്റ് വാസ് ഗ്യാരണ്ടീഡ് ദാറ്റ് യു വിൽ റീച്ച് ദി അതർ ഷോർ. ഹല്ലേലൂയ. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ our God is able to do it. Our God is able to fulfill that promise. ഗലാത്യ ലേഖനത്തിൽ ഇങ്ങനെ എഴുതിയിരുന്നു, if he began a good work in you, ഫിലിപ്പിയ ലേഖനത്തിൽ, if we began a good work in you, he is able to complete it. Hallelujah. ഒരു ശക്തിക്കോ ലോകത്തിലെ ഒരു ശക്തിക്കോ നിങ്ങളോട് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അത് തടയാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. പലപ്പോഴും
നമ്മുടെ ജീവിതത്തിലെ നമ്മളോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ തടയുന്നത് നമ്മൾ തന്നെയാണ്. അല്ലാതെ പിശാച്, എല്ലാവരും പറയും പിശാച് തടഞ്ഞു. നോ, devil cannot touch your promises, God's promises towards you. Only you can stop your promise. Only you can stop your blessing from you. ഒരു ദുഷ്ടശക്തിക്കോ ഒരു രോഗത്തിനോ ദൈവത്തിൻ്റെ വചനം നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കണ്ടിരിക്കും. ഹല്ലേലൂയ. യേശു പറഞ്ഞു, ഇന്ന് നമ്മളൊരു യാത്രയിലാണ്. നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ചു. അവൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ അക്കരെ കൊണ്ടുപോകാം. എന്നാൽ അതിനിടയിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളൊക്കെ കാണാം, പക്ഷെ ഗ്യാരണ്ടീഡ് ആണ്, ഹീ വിൽ ടേക്ക് യു ഓവർ. താങ്ക് യു ലോർഡ്. ആ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കും. രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ട് ശിഷ്യന്മാർ ഭയപ്പെടേണ്ട കാര്യമില്ലായിരുന്നു, അവിശ്വസിക്കേണ്ട കാര്യമില്ലായിരുന്നു. രണ്ടാമത്തെ കാര്യം, അവരോട് പറഞ്ഞ തൻ്റെ ആ ടീച്ചർ, ആ മാസ്റ്റർ വാസ് വിത്ത് ദം. അവരുടെ കൂടെ താനുണ്ടായിരുന്നു. യേശു തന്നെ അവരുടെ കൂടെ ഇരിക്കുകയായിരുന്നു. പിന്നെ എന്തിനായി ഭയം ഉണ്ടാകുന്നത്? എവിടെയായിരുന്നു ആക്ച്വലി? ഞാൻ കഴിഞ്ഞ ദിവസം ആരോ ഇങ്ങനെ പറയുന്നത് കേട്ടു, നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ അമരത്തിൽ തലവെച്ച് ഉറങ്ങുകയായിരുന്നു. സോ ഈ അമരം, സ്റ്റേൺ, ഒരു വള്ളത്തിൻ്റെ ആ ഭാഗം ആണ് ഞാനിങ്ങനെ കേട്ട്. എന്തെങ്കിലും പ്രതികൂലങ്ങൾ ഉണ്ടായാൽ അതാണ് ആദ്യം ഒടിഞ്ഞു പോകുന്നത്. യേശു അവിടെ തന്നെയാണ്, അല്ല യേശു ഇടയ്ക്കൊന്നും അല്ല വന്ന് കിടന്നത്. എന്തെങ്കിലും സംഭവിച്ചാൽ യേശുവിന് ആദ്യം സംഭവിക്കത്തില്ല. ഹല്ലേലൂയ. അവർ പലപ്പോഴും യേശു ചെയ്യുന്ന പല അത്ഭുതങ്ങൾ കണ്ടിട്ടുള്ളവരാണ്. എന്നിട്ടും ഇങ്ങനൊരു പ്രയാസം കണ്ടപ്പോൾ ഉടനെ അവർ വായരച്ച് കരയാൻ തുടങ്ങി. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ദിവസം തോറും അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നില്ല കൊറോണ വൈറസ് നമുക്ക് പിടിക്കില്ല എന്നല്ല പറയുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തമുണ്ട്. 91 സങ്കീർത്തനം പറയുന്നുണ്ട്, രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസത്തെയും ഇരുട്ടി സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ നിനക്ക് പേടിപ്പാനില്ല. സത്യമാണ്. ഗോഡ്സ് വേർഡ് ഈസ് ട്രൂ. സാംസ് 91 ഈസ് ട്രൂ. ഇഫ് യു ബിലീവ് യു ഷാൽ സീ ദ ഗ്ലോറി ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ ഫൂളിഷ്നെസ്, വിഡ്ഢിത്തരം കാണിക്കണമെന്നല്ല ഞാൻ പറഞ്ഞു. എനിക്ക് പിടിക്കത്തില്ല എന്നാൽ ഞാൻ ചാടിക്കൊള്ളാം, ദൈവം എന്നെ കാത്തോളും, ഇതൊന്നുമല്ല. ഡു നോട്ട് ടെസ്റ്റ് ഗോഡ്. ബട്ട് നമ്മൾ എടുക്കേണ്ട precautions we have to take. But if God is with us, who can be against us? Whether it is a human being or any worldly things, nobody can touch you. Hallelujah. മൂന്നാമത്തെ കാര്യം, അവരുടെ മാസ്റ്റർ, അവരുടെ ആ ടീച്ചർ യേശു ആ സമയത്ത് ഇത്രയും കാറ്റും കോളും ഉണ്ടാകുന്ന സമയത്തും യേശു വളരെ സമാധാനത്തോടുകൂടി അവരുടെ കൂടെ ഇരിക്കുന്നു. ഇതെങ്കിലും കണ്ട് ഈ ശിഷ്യന്മാർക്ക് സ്വസ്ഥതയോടെ ഇരുന്നു കൂടെ. ഹല്ലേലൂയ. പലപ്പോഴും തൻ്റെ മാസ്റ്റർ അത് തന്നെ മതിയായിരുന്നു അവർക്ക് സ്വസ്ഥതയോടെ ഇരിക്കാൻ. എപ്പോഴും യേശുവിൻ്റെ, ഞാൻ എപ്പോഴും കർത്താവിൻ്റെ ഈ ഗോസ്പൽസ് വായിക്കുമ്പോൾ താനും യേശു തൻ്റെ പിതാവുമായിട്ടുള്ള ആ സംസർഗത്തിൽ എപ്പോഴും യേശുവിന് അറിയാമായിരുന്നു, ഞാൻ in the right will of my Father. Always, he doesn't want any of his will to be done. He always said, thy will be done, my Father. So, യേശുവിന് അറിയാം ഞാൻ എൻ്റെ പിതാവിൻ്റെ പൂർണ്ണ ഹിതത്തിലാണ്. അതുകൊണ്ട് ഒരു ദുഷ്ടശക്തിക്കും എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഹല്ലേലൂയ. പലപ്പോഴും ദൈവമക്കളെ, നമ്മളും ഈ ശിഷ്യന്മാരെ പോലുള്ള സ്വഭാവമല്ല. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ സംഭവങ്ങൾ നടക്കുമ്പോഴേക്കും നമ്മൾ അലച്ചു ഭൂമി കരയാണ്, ദൈവം എവിടെ? Where are you? You are not care for us. Do you have no care? Hallelujah. ദൈവം യേശു എന്ത് ചെയ്തപ്പോൾ ഇവർ കിടന്ന് അലച്ചു പോയപ്പോൾ യേശു എഴുന്നേറ്റു. Yes, he cares for you. He cares for you. അവൻ ആ വള്ളത്തിൽ എഴുന്നേറ്റ് നിന്നിട്ട് കാറ്റിനെയും കടലിനെയും ശാസിച്ചു. ഹല്ലേലൂയ. ദൈവം എത്ര വലിയ ഡേഞ്ചർ നമ്മുടെ മുന്നിലുണ്ടെങ്കിലും അതിലും വലിയ, ഇന്ന് പലപ്പോഴും ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് നമ്മുടെ ഫിയർ തന്നെയാണ്. ദൈവത്തിൻ്റെ വചനം നമുക്ക് ഉദാഹരണത്തോടു കൂടി അത് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ എഴുതി വച്ചിരിക്കുന്നു. എന്നാൽ പോലും പലപ്പോഴും നമ്മൾ അതിപരാജിതരായിത്തീരുന്നു. പലപ്പോഴും പ്രശ്നങ്ങളുടെ മുന്നിൽ നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ പഴയ ഇസ്രായേൽ മക്കൾ ചെയ്ത ദൈവത്തിനെതിരായിട്ട് മർമ്മർ ചെയ്തതിനെക്കാട്ടിലും കഷ്ടത്തിൽ
നമ്മൾ ചിലപ്പോൾ അത് ചെയ്യാറുണ്ട്. ഹല്ലേലൂയ. സോ ദ ഗ്രേറ്റസ്റ്റ് ഡേഞ്ചർ വാസ് നോട്ട് ഇൻ ദ വിൻഡ് ബട്ട് ഇൻ യുവർ അൺബിലീവിംഗ് ഹാർട്ട്. അതുകൊണ്ടാണ് എബ്രായലേഖനം 3:12 എഴുതിയിരിക്കുന്നത്, ബിവെയർ ഓഫ് ആൻ ഈവിൾ ഹാർട്ട് ഓഫ് അൺബിലീഫ്. ഹല്ലേലൂയ. ദുഷ്ടഹൃദയം എന്ന് പറയുന്നത്, അവിശ്വാസമാകുന്ന ദുഷ്ടഹൃദയം, ബിവെയർ ഇറ്റ്. നമ്മുടെ ഏറ്റവും വലിയ ശത്രു നമ്മുടെ ചിന്തകൾ തന്നെയാണ്. ഹല്ലേലൂയ. എന്നാൽ അവർ ഈ ഒരു സംഭവത്തോടുകൂടി അവരൊരു സത്യം കൂടി യേശുവിനെ പറ്റി മനസ്സിലാക്കി. അവർ മനസ്സിലാക്കി യേശുവിന് പാപം ക്ഷമിക്കാൻ കഴിവുണ്ട്, അവൻ രോഗത്തിൻ്റെ മേൽ അവന് ശക്തിയുണ്ട്, അവന് പിശാചിൻ്റെ മേൽ ശക്തിയുണ്ട്. ഇതെല്ലാം അവർ കണ്ടതാണ്. അവൻ മരണത്തിന്മേൽ ശക്തിയുണ്ട്. ഇന്ന് അവരൊരു കാര്യം കൂടെ കണ്ടു, അവൻ പ്രകൃതിയുടെ മേൽ ശക്തിയുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് ആയിരിക്കുന്ന ഈ കൊറോണ COVID-19 വൈറസ് അത് പ്രകൃതിയുടെ മേൽ പ്രകൃതി കൊണ്ടുവന്ന പോലെ തോന്നുന്നുണ്ട്, എന്നാൽ അതിൻ്റെ മേലും യേശുവിന് അധികാരമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ വേല സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ദൈവമക്കളെ, ഈ ലോകം മുഴുവനും യേശുവിന്റെ നാമം ഉയരണം. Every knee shall bow and every tongue confess that Jesus Christ is Lord. നമ്മൾ ഇനി പ്രാർത്ഥിക്കുന്നത്, പാസ്റ്റർ പ്രത്യേകിച്ച് എന്നോട് പറഞ്ഞു, ഒരു ഉണർവിന് വേണ്ടിയാണ് ഈ പ്രാർത്ഥന, ഒരു ഉണർവിന് വേണ്ടി. ആ ഉണർവ് സംഭവിക്കാൻ പോവാണ്. There is no doubt about it. There is a revival is going to take place. ഞാനത് പറയാൻ കാരണം എന്താണെന്നറിയോ, ഈ ഒരു സംഭവം, after this storm, what happened? അവർ അടുത്ത അധ്യായത്തിലേക്ക് പോകുമ്പോൾ അവർ ആഫ്റ്റർ ദാറ്റ് വെരി ബിഗ് സ്റ്റോം ദേ റീച്ചിങ് ദ അതർ സൈഡ്. വൈ ജീസസ് വെന്റ് ദേർ? ടു ഹീൽ എ demoniac person. A legion was really torturing that person. He was under the power of Satan and the evil kingdom. നമ്മൾ ഇന്ന്, നിങ്ങളുടെ സഭ ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും അറിയപ്പെടുന്ന ഒരു സഭയാണ്. ദൈവത്തിന് വലിയ പ്ലാനുകൾ ബ്ലെസ്സിംഗ് ടുഡേ ഈ സഭയെ പറ്റിയുണ്ട്. ഹല്ലേലൂയ. സോ വലിയൊരു സംഭവം നടക്കാൻ പോകുന്നതിന് മുമ്പ് ചിലപ്പോൾ കാറ്റും കോളും മഴയും പ്രയാസങ്ങളും ഉണ്ടായിരിക്കും. ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ശിഷ്യന്മാരുടെ ഇടയ്ക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണം അവർ വേറെ വലിയൊരു മിനിസ്ട്രിക്ക് വേണ്ടി അക്കരെ കടക്കാം. പിശാച്, the devil tried his best to stop that ministry, but he cannot do it. He is lost. He is a defeated foe. Satan is a defeated foe. ഇന്ന് ദൈവമക്കളെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, if you believe in the Lord, if you believe in the word of God, hallelujah, you shall see the glory of God. ഞാൻ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ, hallelujah, I am not under fear. I believe my God is able. Bible says our God is able to do exceeding abundantly more than we ask or we think. We have a limitation for our imaginations, but God has higher plans for us. ഞാൻ പറയുന്ന ദൈവമക്കളെ, നിങ്ങൾ ഇന്ന് വിചാരിക്കുകയാണ്, ഇനി കൊറോണയൊക്കെ വന്നു, ഇനി എന്താ ചെയ്യാൻ പോവാ, ദൈവം തോറ്റു, ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരും കാണും. ദൈവത്തിന് എന്തെങ്കിലും നിർത്താൻ പറ്റില്ല. ദൈവം അറിയാതെ ഒന്നും ഈ ലോകത്തിൽ സംഭവിക്കുന്നില്ല. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നത് ഈ കൊറോണ വന്നതും ദൈവം അറിയാതെയല്ല. എന്തിനാണ്? ദൈവം പറയാണ്, റൈസ് ആൻഡ് ഷൈൻ, ലൈറ്റ് ഹാസ് കം. നമ്മൾ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു ലോർഡ്. ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളും ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളോട് പറയട്ടെ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വരവേറ്റവും ആസന്നമായി, കർത്താവിൻ്റെ വരവേറ്റവും ആസന്നമായി. നമ്മുടെ മിനിസ്ട്രി തീർന്നിട്ടില്ല. നമ്മുടെ മിനിസ്ട്രി ഇനിയും കൂടുതൽ നടക്കാൻ പോകുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. വി വർഷിപ്പ് യു ലോർഡ്. വി വർഷിപ്പ് യു കിങ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നമുക്ക് ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളും ആ ഉണർവിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എനിക്കിങ്ങനെ സമയം അനുവദിച്ചെന്ന പ്രിയ ദേവദാസന് നന്ദി പറയുന്നു. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം, ഈ യേശുവിനെ ആരാധിപ്പാം. ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥാ, നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ. നാഥാ, നിന്റെ വൻകൃപകൾ
ഉയർത്തിടുവാൻ, ദേശമെല്ലാം ഉണർന്നിടുവാൻ, യേശുവിനെ ഉയർത്തിടുവാൻ, ആശിഷമായി അയക്കേണമേ ഈ ശിഷ്യരാ ദാസരിനെ, ആശിഷമായി അയക്കേണമേ ഈ ശിഷ്യരാ ദാസരിനെ, നന്ദിന്ദാനം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ. നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ. തിരുവചനം ഘോഷിക്കുവാൻ, തിരുനന്മകൾ സാക്ഷിക്കുവാൻ, തിരുവചനം ഘോഷിക്കുവാൻ, തിരുവചനം സാക്ഷിക്കുവാൻ, ഉണർവിൻ ശക്തി അയക്കേണമേ ഈ ശിഷ്യരാം ദാസരിനെ, ഉണർവിൻ ശക്തി അയക്കേണമേ ഈ ശിഷ്യരാം ദാസരിനെ, ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ. നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ. തിരുനാമം പാടിടുവാൻ, തിരുവചനം ധ്യാനിക്കുവാൻ, തിരുനാമം പാടിടുവാൻ, തിരുവചനം ധ്യാനിക്കുവാൻ, ശാശ്വത ശാന്തി അയക്കേണമേ ഈ ശിഷ്യരാം ദാസരിനെ, ശാശ്വത ശാന്തി അയക്കേണമേ ഈ ശിഷ്യരാം ദാസരിനെ, ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ. നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ. നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങൾ ഒന്നിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ മക്കൾ 21 ദിവസം ഉപവാസത്തിലായിരിക്കുന്ന ഈ സമയത്ത് വലിയ ഉണർവിന്റെ കാറ്റം അയക്കുന്നതിനായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. കൈപ്പത്തി പോലൊരു മേഘം കടന്നു വരുന്നല്ലോ. യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ ദാസനെയും ആ സഭയെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ, അടയാളങ്ങളാൽ, വീര്യപ്രവൃത്തികളാലും ഞങ്ങളുടെ നാമം ആ ദേശത്തും ഇന്ത്യയിലും ലോകത്തിന്റെ ഫലഭാഗങ്ങളിലും മുഴങ്ങുവാൻ ഇത് ഇടയാടമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഓ പ്രകൃതിയുടെ മേൽ ശക്തിയായവനായ ദൈവമേ, യേശു ക്രിസ്തുവിന്റെ നാമത്തില് സകല അന്ധകാര ശക്തികൾ തകരട്ടെ. ഹല്ലേലൂയ. ദൂതന്മാരെ ഇറക്കണേ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ പത്രോസ് കാരാഗൃഹത്തിലായിരുന്നപ്പോൾ ഹല്ലേലൂയ ഞങ്ങളുടെ ദൂതനെ കർത്താവെ ഇറക്കി സഭശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതങ്ങൾ നടന്നു. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളുടെ സഭയായിരിക്കുന്ന ബ്ലെസ്സിങ് ടുഡേ, ഹല്ലേലൂയ, ആ സഭ ഈ 21 ദിവസം ഉപവാസത്തിനിടയ്ക്ക് കർത്താവെ വലിയ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ജനങ്ങൾ ഓടിക്കൂടുന്ന, ഹല്ലേലൂയ, അത് മീഡിയയിൽ കൂടെയാണെങ്കിലും സോഷ്യൽ മീഡിയ കൂടെ കേൾക്കുമ്പോഴും അത്ഭുതങ്ങൾ നടക്കുവാൻ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ.
താങ്ക് യു ലോർഡ്. റബ്ബാനാശിയാനവ അനേക ജനങ്ങളുടെ ഭയത്തിന് അടിമയായിരിക്കുന്നല്ലോ കർത്താവേ. ആ എല്ലാ ഭയങ്ങളും മാറി മാറിപ്പോട്ടെ. എല്ലാ വിശ്വാസികളും കർത്താവ് കൂടുതൽ ശക്തരായി മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ചില ഗതിവാന്മാരെ എഴുന്നേൽപ്പിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ അടയാളങ്ങൾ സംഭവിക്കാൻ പോകുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഞങ്ങളുടെ വരവേറ്റവും ആസന്നമായിരിക്കുന്നല്ലോ. അത്ഭുതങ്ങൾ നടക്കാൻ പോകുന്നതിനായി സ്തോത്രം. ഇന്ന് വരെ ഞങ്ങൾ കാണാത്ത ഒരു റിവൈവല് സംഭവിക്കാൻ പോകുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവ്. എല്ലാ മഹത്വവും ഞങ്ങൾ അർപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്ന കർത്താവ് വലിയ ഒരു ഉണർവിനെ, ഒരു ശ്രേഷ്ഠകരമാകുന്ന ഒരു ഉണർവിനെ നമുക്കിടയിലേക്ക് കർത്താവ് അയച്ചു കഴിഞ്ഞു. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? പ്രിയ ദേവദാസന് വളരെയധികം നന്ദി. അദ്ദേഹം വളരെയധികം ഉണർവിനെ കുറിച്ച്, ദൈവത്തിൽ ആശ്രയിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം ശക്തിയേറിയ ഒരു മെസ്സേജ് തന്നല്ലോ. നമുക്ക് ഈ നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം കർത്താവിനോട്. കർത്താവെ, ഒരു ശക്തിയേറിയ ഒരു ഉണർവിനെ, ആ കർത്താവെ ആദിമ കാലത്തെ പോലെ ഒരു ശക്തിയേറിയ ഒരു ഉണർവിനെ ഞങ്ങളുടെ ഓരോരുത്തരുടെ മേൽ പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അല്പസമയം എല്ലാവരും കൈകൾ ശക്തിയോടെ അടിച്ചു. അപ്പസ്തോലന്മാരുടെ മേലെ ഒരു അഭിഷേകം വന്നപ്പോൾ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുൻപ് യേശുവിനെ വിട്ട് ഓടിക്കളഞ്ഞവർ യേശുവിനെ ആ വാളിന്റെ മുൻപിൽ വെച്ച് സാക്ഷ്യം പറയുകയാണ്. ശക്തിയോടെ ഒരു അഭിഷേകത്തിന്റെ നിറവിനായി എല്ലാവരും കർത്താവിനോട് പ്രാർത്ഥിച്ചേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. കർമ്മേലിയിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. കർമ്മേലിയിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണം. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ. എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാമോ? കർത്താവേ, എന്റെ അയൽവക്കക്കാരെ നിറയ്ക്കുന്നതിനേക്കാൾ, എന്റെ ദേശത്ത് നിറയ്ക്കുന്നതിനേക്കാൾ ഈ സമയത്ത് എന്റെ ഉള്ളിലൊരു ഉണർവിനെ നിറയ്ക്കണമേ. എന്നിലൊന്ന് വന്ന് നിറയട്ടെ കർത്താവേ. ഭീരുവാകുന്ന പത്രോസിനെ അഭിഷേകം കൊണ്ട് നിറച്ച് അവൻ ദേശത്തിന്റെ മുൻപിൽ നിന്നതുപോലെ തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും. കൊയ്ത്തുകാല സമയമല്ലോ, ഇനി ആത്മാവിൽ നിറയണമേ. ഓ അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും. കൊയ്ത്തുകാല സമയമല്ലോ, ഇനി ആത്മാവിൽ നിറയ്ക്കണമേ. ഓ തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുക. ശക്തിയോടെ കൈകൾ അടിച്ചുകൊണ്ട് തീ പോലെ ഇറങ്ങണമേ, ഓ പതിയണമേ.
ഭവനങ്ങളിൽ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ഒന്ന് നിറയ്ക്കണമേ. ഞങ്ങളുടെ വചനം പറയുന്നല്ലോ, ഞങ്ങൾ ചോദിച്ചാൽ എത്ര വേണമെങ്കിലും അവിടുത്തെ ആത്മാവിനെ പകരാം, അങ്ങയുടെ അഭിഷേകത്തെ പകരാം, അങ്ങയുടെ തീയെ പകരാം. കർത്താവേ, അപ്പസ്തോലന്മാരുടെ മധ്യേ ഒരല്പം പോലും കുറവില്ലാതെ ആത്മപ്രവാഹത്തെ അയച്ചതുപോലെ ദൈവീകാലത്തിന്റെ ഉണർവിനെ എന്റെ ഉള്ളിൽ പകരണമേ, എന്റെ കുടുംബത്തിൽ പകരണമേ, ഞങ്ങളുടെ സഭയിൽ പകരണമേ, ഞങ്ങളുടെ രാജ്യത്ത് പകരണമേ, ദേശം മുഴുവൻ പകരണമേ. തീ പോലെ എന്മേലിറങ്ങണമേ, തീ പോലെ, ഓ തീ പോലെ, തീ പോലെ എന്മേലിറങ്ങണമേ, തീ പോലെ ആത്മാവേ, ഒരു തീ പോലെ. ഇറങ്ങണമേ എന്മേൽ, തീ പോലെ ഇറങ്ങണമേ. നമ്മുടെ ഉപവാസത്തിന്റെ 14-ാമത്തെ ദിവസം നമ്മൾ ഈ ഞായറാഴ്ച എത്തി നിൽക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രത്യേകമായ പോയിന്റുകൾ വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഓരോ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, നിങ്ങൾക്കത് ലഭിച്ചിട്ടില്ലെങ്കിൽ ആ പ്രാർത്ഥനയുടെ പോയിന്റ് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും മറ്റ് പേഴ്സണലായിട്ടൊക്കെ ബ്രോഡ്കാസ്റ്റിലൂടെയൊക്കെ അയച്ചു തരുന്നതാണ്. നിങ്ങൾക്കത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേയുടെ വാട്സപ്പ് നമ്പർ പലപ്പോഴായിട്ട് നിങ്ങളുടെ സ്ക്രീനിൽ ലഭ്യമായിരിക്കും. നിങ്ങളിത് കാണുക, അതിനകത്തോട്ട് അയക്കുകയാണ്. നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയാണെങ്കിൽ നമ്മൾ അതിനകത്തോട്ട് അയക്കുക. നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകും. ഇന്നത്തെ പ്രാർത്ഥനാ വിഷയം എന്താണ് എന്ന് വെച്ചാൽ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു വെളിപ്പെടുവാൻ, ടു റിവീൽ ദ ക്രൈസ്റ്റ് ഇൻ അവർ ലൈഫ്സ്. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വെളിപ്പെടുന്നതിന് വേണ്ടി, നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ യേശു ക്രിസ്തു വെളിപ്പെടുന്നതിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മൾ വെളിപ്പെടുന്നതിന് വേണ്ടി, ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മളിൽ വെളിപ്പെടുന്നതിന് വേണ്ടി, ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളിൽ വെളിപ്പെടുന്നതിന് വേണ്ടി, ഹല്ലേലൂയ, ക്രിസ്തുവിൻ്റെ പത്രങ്ങളായി നമ്മൾ മാറുന്നതിന് വേണ്ടി എല്ലാവരും ഈ സമയത്ത് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാലും, കർത്താവേ ഞങ്ങളിൽ യേശു വെളിപ്പെടട്ടെ, കർത്താവേ ക്രിസ്തു ഞങ്ങളിൽ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, പൗലോസ് പറഞ്ഞതുപോലെ ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുന്നത് വരുന്നവരെയും ഞങ്ങൾ വേദന ഹൃദയത്തിനകത്ത് എടുക്കുന്നു എന്ന് പറയുന്ന പോലെ, കർത്താവേ ദൈവമേ ക്രിസ്തു ഞങ്ങളുടെ ഉള്ളിൽ അത് വെളിപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, യേശുവിനെ പറ്റി, യേശുവിൻ്റെ സാക്ഷികളായി ഞങ്ങൾ മാറുവാൻ, യേശുവിനെ പറ്റി മറ്റുള്ളവരോട് സംസാരിക്കുവാൻ കർത്താവേ ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ. ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും യേശുവിൻ്റെ സാക്ഷികളായി മറ്റുള്ളവരുടെ ഇടയിൽ മാറുവാൻ, ഒരു സാക്ഷ്യമുള്ള ജീവിതം ഉണ്ടാകുവാൻ, മറ്റുള്ളവരോട് യേശുവിനെ പറ്റി പങ്കുവെക്കുവാൻ. ഹല്ലേലൂയ. അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും കഴിയേണ്ടതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് ചേർന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ സ്വഭാവം, സ്നേഹം അത് ഞങ്ങളിലൂടെ ഒഴുകട്ടെ കർത്താവേ. യേശുവിൻ്റെ സാക്ഷികളായി ദൈവം ഞങ്ങൾ ആക്കി വെക്കുന്ന ഓരോ സ്ഥലങ്ങളിൽ നിലകൊള്ളുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ. നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കേണ്ടത് പരസ്പരം ഒരു കൂട്ടായ്മയിൽ, സ്നേഹത്തിൽ എല്ലാവരും അന്യോന്യം സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ സഭയിൽ, നിങ്ങളുടെ കൂട്ടായ്മകളിൽ, നിങ്ങളുടെ കുടുംബങ്ങളിൽ എല്ലാവരും പരസ്പര സ്നേഹത്തോടുകൂടി ജീവിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കേണ്ടതിന് വേണ്ടി അമ്രോസ് ബ്രദറിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുമ്പോൾ എൻ്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയും എന്ന് കർത്താവെ അങ്ങ് ഈ ലോകം വിട്ടു പോകുന്നതിന് മുൻപ് അന്ത്യനാളുകളിൽ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ടാണല്ലോ പോയത്. കർത്താവെ, ഹല്ലേലൂയ. ദേവദാസൻ പറഞ്ഞ വിഷയം, ഞങ്ങൾ ഇന്നെല്ലാവരും ഫോക്കസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന വിഷയം, കർത്താവെ ക്രിസ്തു ഞങ്ങളിൽ വെളിപ്പെട്ടു വരാനാണല്ലോ കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങൾ ഒരു കാര്യം അറിയുന്നു, ക്രിസ്തു സ്നേഹമാകുന്നു, അവൻ അഗാപ്പേ ലവ് ആകുന്നു ഞങ്ങൾ അറിയുന്ന കർത്താവെ. ദിവ്യമായ സ്നേഹം കർത്താവെ പ്രകൃതം ഞങ്ങളിലേക്ക് പകരണമേ. അങ്ങയുടെ ദിവ്യ സ്നേഹം കർത്താവെ അങ്ങയുടെ കണ്ണാടികളായ ഞങ്ങളിൽ നിന്നും പ്രതിഫലിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയുള്ളവരെ സ്നേഹിക്കുവാൻ,
നിങ്ങളുടെ അയൽപ്പക്കക്കാരെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ സ്നേഹിക്കുവാൻ, നിങ്ങളുടെ വീട്ടിലുള്ളവരെ നിസ്വാർത്ഥമായി കർത്താവ്, സ്വാർത്ഥ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല, ഞങ്ങളുടെ കൂട്ടുകാരെ, ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരെ കർത്താവെ, ഞങ്ങളുടെ കൂട്ടു ശുശ്രൂഷക്കാരെ കർത്താവെ, പലപ്പോഴും ഞങ്ങളുടെ ബന്ധുക്കൾ, ഞങ്ങളുടെ മിത്രാദികൾ, ആ പല സർക്കിളിലും കർത്താവെ, ആ ദൈവത്തിന്റെ സ്നേഹം ഞങ്ങൾ ഒഴുകട്ടെ കർത്താവെ, നിർവ്യാജമായ സ്നേഹം ഒഴുകട്ടെ, തിരികെ ഒന്നും പ്രതീക്ഷിക്കാത്ത സ്നേഹം ഒഴുകട്ടെ, ലാഭേച്ഛ കൂടാതെയുള്ള സ്നേഹം ഒഴുകട്ടെ. സ്വാർത്ഥതകൾ, ആ ദൈവ സ്നേഹത്തിന്റെ നദി ഞങ്ങളിൽ നിന്ന് ഉറവായി പുറപ്പെടുമ്പോൾ എല്ലാ സ്വാർത്ഥ ചിന്തകളും കർത്താവെ, മലിനതകളെല്ലാം ഒഴുകിപ്പോകട്ടെ. പെരുവെള്ളം ഇരച്ചു വരുമ്പോൾ അതിന് മുൻപിലുള്ള മാർഗതടസ്സമായിട്ടുള്ള പ്ലാസ്റ്റിക്കുകളും ചപ്പും ചവറും എല്ലാം ഒഴുകി പോകുന്നത് പോലെ ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളിൽ വെളിപ്പെടുമ്പോൾ, ക്രിസ്തുവിന്റെ രൂപം ഞങ്ങൾ വെളിപ്പെടുമ്പോൾ ദൈവികമല്ലാത്തതെല്ലാം കത്തിച്ചാരമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഞങ്ങൾ ഒത്തിരി ഞങ്ങളെ കുറിച്ച് തന്നെ ചിന്തിക്കുന്നവരാണ്, ഞങ്ങളുടെ ആവശ്യങ്ങൾ മാത്രം ചിന്തിക്കുന്നവരാണ്, ഞങ്ങളുടെ കുടുംബത്തെ കുറിച്ച് മാത്രം കർത്താവ് പരിഗണിക്കുന്നവരാണ്. കർത്താവ്, എന്നാൽ ക്രിസ്തുവിന്റെ സ്നേഹം വരുമ്പോൾ കർത്താവ്, ഞങ്ങളുടെ കൂട്ടായ്മയിൽ വെളിപ്പെടുമ്പോൾ, ഞങ്ങൾ പരസ്പരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിൽ വെളിപ്പെടുമ്പോൾ, ആ സ്വാർത്ഥതകളെല്ലാം, ആ മതിലുകൾ, പാരമ്പര്യത്തിന്റെ മതിലുകൾ, സഭാ കർത്താവ് വ്യത്യാസങ്ങളുടെ മതിലുകൾ, കൂട്ടായ്മയുടെ വ്യത്യാസങ്ങളുടെ മതിലുകൾ കർത്താവ് എല്ലാം ഇടിഞ്ഞു പോകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയുടെ അകത്ത് സ്നേഹം വർദ്ധിക്കട്ടെ, ക്രിസ്തു വെളിപ്പെട്ട് വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. നമുക്ക് ഈ ഉപവാസ പ്രാർത്ഥനയിൽ 21 ദിവസം ഒത്തിരി സാക്ഷ്യങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ചൊരു സാക്ഷ്യം നമ്മൾ കേട്ടത്, ഒരു ദിവസം പാസ്റ്റർ പ്രാർത്ഥിച്ചു കണ്ണിന് കാഴ്ച ലഭിക്കുന്നത്. അതിനുശേഷം ഒത്തിരി ടെസ്റ്റിമണികൾ നമ്മൾ കേൾക്കുന്നുണ്ട്, ഒത്തിരി സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാക്ഷ്യം തൃശ്ശൂരിൽ നിന്ന് ജാൻസി എന്ന് പറയുന്ന ഒരു സിസ്റ്ററാണ്. തൻ്റെ ഒരു സാക്ഷ്യം നമ്മൾക്ക് അതിൻ്റെ ഓഡിയോ നമുക്ക് കേൾക്കാൻ പറ്റുന്നതാണ്. ഒന്ന് പ്ലേ ചെയ്യാമോ? പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ജാൻസി യൂസഫ്, വീട് തൃശ്ശൂർ. ഒരു സാക്ഷ്യം പങ്കുവെക്കുന്നതിനാണ് ഈ വോയിസ് അയക്കുന്നത്. 21/10/2020 നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ ഹീലിങ്ങിൻ്റെ സമയത്ത് കാഴ്ചശക്തി കുറഞ്ഞു വരുന്നവർക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിച്ചിരുന്നു. അതുവരെ ബൈബിൾ, മറ്റു പുസ്തകങ്ങൾ വായിച്ചിരുന്നത് കണ്ണട ഉപയോഗിച്ചിരുന്നിട്ടായിരുന്നു. പ്രാർത്ഥിച്ച സമയത്ത് ഞാൻ വിശ്വസ്താൽ അത് ഏറ്റെടുത്തു. തുടർന്ന് ബൈബിൾ വായിച്ചു നോക്കി. എനിക്ക് ക്ലിയറായി വായിക്കുവാൻ പറ്റി. പിന്നീട് ചെറിയ ചെറിയ അക്ഷരങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വായിച്ചു നോക്കി. കർത്താവ് അത്ഭുതകരമായി എൻ്റെ കണ്ണിന് കാഴ്ചശക്തി തന്നു. ആമേൻ, 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 ഹല്ലേലൂയ, ആമേൻ. നിരവധി സാക്ഷ്യങ്ങളാണ് സത്യത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പലപ്പോഴും ഫാസ്റ്റിംഗ് പ്രയറിന് ദേവദാസനെല്ലാം പ്രാർത്ഥന ലീഡ് ചെയ്യാൻ കയറുമ്പോൾ സാക്ഷ്യങ്ങൾ ഒത്തിരി പറയാൻ പ്ലാൻ ചെയ്തിട്ടാണ് കയറാറ്. പക്ഷേ ആത്മാവ് മറ്റ് പല പ്രാർത്ഥനാ വിഷയങ്ങൾ എപ്പോഴും നയിക്കുന്നത് കൊണ്ട് ആത്മാവിൻ്റെ ഇഷ്ടപ്രകാരം ദേവദാസൻ ലീഡ് ചെയ്യാറുണ്ട്. സാക്ഷ്യങ്ങൾ നമുക്ക് പലപ്പോഴും നിങ്ങൾക്ക് തരുന്നതിനനുസരിച്ച് ഇവിടെ പലപ്പോഴും പറയാൻ പറ്റാറില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം എനിക്കൊന്ന് 17-ാം തീയതി, ഈ ഫാസ്റ്റിംഗ് പ്രയറിൻ്റെ തന്നെ 17-ാം തീയതി നെഹമായ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോൾ നടന്ന ഒരു സൗഖ്യത്തിൻ്റെ സാക്ഷി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് നടു സംബന്ധമായ, നട്ടിലിന് സംബന്ധമായ അന്ന് വലിയൊരു ദൈവാത്മാവിൻ്റെ സാന്നിധ്യം വ്യാപരിക്കുന്നൊരു സമയമായിരുന്നു. ഒരു സൗഖ്യം നടക്കുന്നു പറഞ്ഞപ്പോൾ ഒരു സഹോദരിക്ക് തൽക്ഷണം ലഭിച്ച സൗഖ്യത്തിൻ്റെ ഓഡിയോ നന്ദിപൂർവ്വം ആ മകൾ അയച്ചു തന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ആ മകളുടെ സാക്ഷ്യം ഒന്ന് കേൾക്കാം. പ്രൈസ് ലോർഡ് പാസ്റ്റർ, ഞാനൊരു സാക്ഷ്യം പറയുവാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം എനിക്ക് ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. ആ ഓപ്പറേഷനിലൂടെ എൻ്റെ വലത്ത് സൈഡ് കിഴിച്ച് ഒരു ട്യൂബ് ഇട്ടത് മൂലം അവിടെ ആ മുറിവുണ്ടായിരുന്നു. അപ്പോൾ ആ മുറിവിൻ്റെ ആ ഭാഗത്തെല്ലാം ഭയങ്കരമായ വേദനയും ബുദ്ധിമുട്ടും അനുഭവിച്ചിരുന്നു. ചിലപ്പോൾ ജോലി ചെയ്യുന്ന സമയങ്ങളിൽ പോലും എനിക്ക് ബുദ്ധിമുട്ടാണ്. കാരണം കട്ട് കഴിക്കുന്ന വേദനയായിരുന്നു ആ ഭാഗങ്ങളിലെല്ലാം. എന്നാൽ കഴിഞ്ഞ ശനിയാഴ്ച, അതായത് 17-ാം തീയതിയിലെ ബ്രദർ നെഹമ്യ പ്രാർത്ഥിച്ച സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുകയുണ്ടായി. നടുവിൻ്റെ വേദനയെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ഞാനത് വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. അപ്പോൾ ഒരു വലിയ ശക്തി എൻ്റെ മേൽ വരുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. വലിയൊരു തണുപ്പ് ഇങ്ങനെ ശരീരത്തിലൂടെ ഇറങ്ങി വരുന്നത് പോലെ അനുഭവപ്പെട്ടു. ആ സമയത്ത് ഞാൻ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു.
അപ്പോൾ എനിക്ക് വലിയൊരു വിടുതൽ കിട്ടി. ഇപ്പോൾ ആ മുറിവിൽ വേദനയോ തടിപ്പോ ഒന്നുമില്ല. എനിക്കിപ്പോൾ ജോലി ചെയ്യുവാൻ സാധിക്കുന്നു. കർത്താവ് തന്ന ഈ വലിയ വിടുതലിനായി ഞാനിപ്പോൾ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. 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 കറുകച്ചാൽ നിന്നും ടിജി അനിലാണ് ആ സാക്ഷ്യം പറഞ്ഞത്. ആമേൻ. കരങ്ങളെ തട്ടി കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾക്കായി, കൊടുക്കുന്ന സൗഖ്യങ്ങൾക്കായി പിശുക്കില്ലാതെ കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങിയാലും, കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാലും വിശ്വസിക്കുക. ആമേൻ. ഈ ദൈവിക അത്ഭുതം എനിക്ക് തോന്നുന്നു ഇത് ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നട്ടലിൻ്റെ വേദനയായിട്ടിരിക്കുന്ന നിരവധി ആളുകൾ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുക. ഇന്ന് ആമേൻ ടിജി അനലിനെ സൗഖ്യമാക്കിയ കർത്താവ് നിങ്ങളെ തൊട്ട് സുഖപ്പെടുത്താൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ എവിടെയാണോ വീണത് മൂലം ചില ചതവുകളും ക്ഷതങ്ങളും ഏറ്റിരിക്കുന്ന വ്യക്തികൾ, അത് നട്ടലിൻ്റെ ഭാഗത്തായിരിക്കണമെന്നില്ല. ചിലപ്പോൾ നിങ്ങളുടെ ഇടുപ്പിൻ്റെ ഭാഗത്തോ ആ നട്ടിൽ എൻഡ് ചെയ്യുന്ന ആ വാലറ്റം ഭാഗത്ത് ടെയിൽ ബോണിൻ്റെ അവിടെയൊക്കെ ആയിരിക്കാം, നിങ്ങളുടെ മുതുകു ഭാഗത്തോ ഷോൾഡറിലൊക്കെ ആയിരിക്കാം. എന്നാൽ അപ്പുറം ഭാഗത്തായി വീണത് മൂലമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില ആക്സിഡൻറ്റുകൾ മൂലമോ എല്ലിന് ബലക്കുറവും അതിൻ്റെതായിട്ടുള്ള നീരുകളും പ്രശ്നങ്ങളും അനുഭവിക്കുന്നവരെ കർത്താവ് ഇന്ന് സുഖപ്പെടുത്താൻ പോവുകയാണ്. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരൊന്ന് വിശ്വസിച്ചാലും ഒന്ന് പറയുക, നാവ് കൊണ്ട് പറയുക, എൻ്റെ യേശുവിൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം ലഭിക്കുന്നു. എൻ്റെ യേശുവിൻ്റെ മുതുക് ഉഴവ് ചാലുപോലെ തകർക്കപ്പെട്ടത് എൻ്റെ സൗഖ്യത്തിൻ്റെ വിലയായിട്ടാണ്. യേശു തകർക്കപ്പെട്ടത് മൂലം, യേശു ചതക്കപ്പെട്ടത് മൂലം, by his stripes I am healed. അവന്റെ അടിപ്പിണരുകളാൽ ഞാൻ സൗഖ്യമായിരിക്കുന്നു. ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ചാലും ഹല്ലേലൂയ. ഒരു ദൈവികമായ സൗഖ്യം ഇപ്പോൾ സ്വീകരിക്കുവാനുള്ള സമയമാണ്. ഒരു ഹീലിംഗിന് വേണ്ടി പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. പ്രത്യേകിച്ച് ശരീരങ്ങളിൽ ക്ഷതം അനുഭവിക്കുന്നവർ കർത്താവേ, ഞങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശരീരത്തിന്റെ ഏത് ഭാഗത്തും, കൈയിലോ കാലിലോ നടുഭാഗങ്ങളിലോ എവിടെയൊക്കെയാണോ കർത്താവേ ചതവുകളുള്ളത്, മുറിവുകളുള്ളത്, അതിന്റെ വേദനകൾ അനുഭവിക്കുന്നത്, ഒത്തിരി വർഷങ്ങളായി പണ്ടെങ്ങാണ്ട് ഒരു ആക്സിഡന്റ് ഉണ്ടായി അതിന്റെ വേദനകൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പലരും, ഹല്ലേലൂയ, അതിന് മരുന്ന് കഴിച്ചിട്ട് മാറ്റമില്ലാത്തത് ഞങ്ങൾ ഇന്ന് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി ആളുകൾ ചേർന്ന്, ആയിരക്കണക്കിന് ആളുകൾ ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെയുള്ള രോഗികളുടെ മേൽ, അങ്ങനെയുള്ള വ്യക്തികളുടെ മേൽ യേശു കർത്താവിന്റെ സൗഖ്യത്തിന്റെ ശക്തി ഈ സമയത്ത് വ്യാപരിക്കുമ്പോൾ, ഹല്ലേലൂയ, യേശുവിന്റെ കൈകൾ അവിടെ ഇറങ്ങി വരുമ്പോൾ രോഗികൾ സൗഖ്യമാകട്ടെ. വലിയ വിടുതലുകൾ യേശുവിന്റെ നാമത്തിൽ നടക്കട്ടെ എന്ന് ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ. താങ്ക് യു ഹല്ലേലൂയ. ഷൈജു ബ്രദറെ, കർത്താവ് കാണിക്കുന്ന ഒരു കാഴ്ച ഇങ്ങനെയാണ്. കല്ലച്ച് കിടക്കുന്ന മുതുകിന്റെ ഭാഗത്തൊക്കെ വീണത് മൂലം കല്ലച്ച് കിടക്കുന്ന ആ ഭാഗത്ത് പലപ്പോഴായി നിങ്ങൾക്ക് അതുമൂലം അസ്വസ്ഥത ഉണ്ടാകുന്നവരെ കർത്താവായ യേശു ഇന്ന് തന്റെ ആണിപ്പഴുതുള്ള കരം വെച്ച് തൊട്ട് സുഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ എവിടെയായിരിക്കുന്നോ അവിടെ എഴുന്നേൽക്കുക. ആ ഭാഗത്ത് നിങ്ങൾ പരിശോധിക്കുക. രോഗമോ വേദനയോ ചതവോ രക്തം കട്ട പിടിച്ച് കിടക്കുന്ന അവിടെ ഒരു പാടുപോലെ ഒരു വൃത്താകൃതിയിലൊക്കെ ഷേപ്പിൽ കിടക്കുന്നത് അവിടെ ഉണ്ടാവുകയില്ല. അതിന്റെ പാടവിടെ ഉണ്ടാവുകയില്ല. അതിന്റെ വേദന അവിടെ ഉണ്ടാവുകയില്ല. ആ ഞരമ്പ് പിണഞ്ഞിരിക്കുന്ന ചില അവസ്ഥകൾ അവിടെ ഉണ്ടാവുകയില്ല. യേശു നിന്നെ സൗഖ്യമാക്കിയിരിക്കുകയാണ്. നമ്മൾ മുമ്പേ കേട്ട പാസ്റ്റർ പ്രസാദ് അല്ലേ, അദ്ദേഹം വളരെ അനുഗ്രഹിക്കപ്പെട്ട, വളരെ സൗമ്യമായി ശാന്തമായിരുന്നാണ് വചനം പറഞ്ഞതെങ്കിലും ആമേൻ, കടലിന്റെ മുകളിൽ ഹല്ലേലൂയ നടന്നു വരുന്ന യേശു. ആമേൻ. അപ്പോൾ തന്നെ മറ്റൊരു സന്ദർഭത്തിൽ കാണുന്ന അദ്ദേഹം പറഞ്ഞ വേദഭാഗത്തിൽ അമരത്ത് യേശു ഉണ്ടായിരുന്നു. യേശു ഉണ്ടായിരുന്ന പടകിൽ പ്രശ്നങ്ങൾ വന്നു. ഹല്ലേലൂയ. ആമേൻ. യേശു ആമേൻ നിനക്ക് വേണ്ടി തക്ക സമയത്ത് ഉണർന്ന് പ്രവർത്തിക്കുന്ന കർത്താവാണ്. ഹല്ലേലൂയ. ആമേൻ. ചിലപ്പോൾ നമ്മളാകുന്ന പടകിൽ ചില പ്രശ്നങ്ങൾ വരുമായിരിക്കാം, എന്നാൽ തക്ക സമയത്ത് കർത്താവ് നമുക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ദൈവമാണ്. ആമേൻ. ഈ സമയത്ത് ഒരു പ്രാർത്ഥിക്കാൻ പ്രേരണ തരുന്നത് വിശ്വാസത്തിന് വേണ്ടിയാണ്. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളുടെ ഇപ്പോൾ ഫാസ്റ്റിംഗ് തുടങ്ങിയപ്പോൾ ഒന്നാമത്തെ ദിവസം നിങ്ങൾക്കുണ്ടായിരുന്ന വിശ്വാസമല്ല
നിങ്ങൾ ആ വിശ്വാസത്തിന്റെ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾ നമ്മുടെ കൂട്ടായ്മയോട് ചേർന്ന് കണക്ട് ചെയ്ത് നിൽക്കുമ്പോൾ ഒരേ അഭിഷേകത്തിന്റെ കീഴിലാണ് നിങ്ങൾ നിൽക്കുന്നത്, മറന്നു പോകരുത്. ആമേൻ. ബ്രദർ ഡാമിയൻ ഇവിടെയുള്ള ശുശ്രൂഷകളെ താൻ നയിക്കുമ്പോൾ അതിനോട് നാം ചേർന്ന് നിൽക്കുമ്പോൾ, ആ ദർശനത്തോട് നാം ചേർന്ന് നിൽക്കുമ്പോൾ, ആമേൻ, ഈ പ്രേയറിനോട് നാം ചേർന്ന് നിൽക്കുമ്പോൾ, ആമേൻ, അതേ ദൈവിക അഭിഷേകമാണ് കർത്താവ് നിങ്ങൾക്കും പകരാൻ പോകുന്നത്. ആമേൻ, ഹല്ലേലൂയ. പലപ്പോഴും വിശ്വാസത്തിന്റെ മേഖല നമ്മൾ എല്ലാവരും പരാജയപ്പെട്ടു പോകാറുണ്ട്, അല്ലേ? സ്വന്തമായൊരു പ്രശ്നം വരുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ശിഷ്യന്മാരെ പോലെ യേശു പടകിലുണ്ടെന്നറിയാം, ആമേൻ, യേശു പ്രവർത്തിക്കുമെന്നറിയാം, എന്നാലും പലപ്പോഴും ഭയം നമ്മളെ ഗ്രസിക്കാറുണ്ട്, നമ്മൾ പലപ്പോഴും പതറിപ്പോകാറുണ്ട്. എന്നാൽ കർത്താവ് ഇന്ന് ഈ ഫാസ്റ്റിംഗ് പ്രേയറിൽ ഇരിക്കുന്നവരുടെ വിശ്വാസത്തെ റബ്ബർ ബാൻഡ് വലിക്കുന്നത് പോലെ സ്ട്രെച്ച് ചെയ്യാൻ പോവുകയാണ്. പലപ്പോഴും പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ ഫാസ്റ്റിംഗ് പ്രേയറിൽ ഞാൻ അനുഭവിച്ച കാര്യം, ചില വിഷയങ്ങൾ വരുമ്പോൾ ഇതിനു മുമ്പ് പ്രാർത്ഥിച്ച് തോറ്റുപോയിട്ടുണ്ടാകാം. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസമൊക്കെ ചിന്തിക്കായിരുന്നു, പല ഡയാലിസിസ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആത്മാർത്ഥമായി ഒത്തിരി നാളുകൾ പ്രാർത്ഥിച്ചിട്ടും അവരതിൽ നിന്ന് രക്ഷപ്പെടാത്തത് മൂലം ആ ഒരു വിഷയം പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടാകാറില്ല. അങ്ങനെ ചില വിഷയങ്ങളുണ്ട്, നമ്മൾ പ്രാർത്ഥിച്ച് പൊട്ടിപ്പോയ വിഷയങ്ങൾ, മുൻകാല അനുഭവങ്ങൾ. എന്നാൽ ഈ ഫാസ്റ്റിംഗ് പ്രേയറിൽ നമ്മളോട് കർത്താവ് പറയുന്ന ഒരു അനുഭവം ഇതാണ്. ആമേൻ. കഴിഞ്ഞ കാലത്തെ നമ്മുടെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ വിശ്വസിക്കേണ്ട, കർത്താവായ യേശുവിന്റെ ശക്തിയിൽ വിശ്വസിക്കുക. ഒരു റബ്ബറുള്ള ഒരു ഇലാസ്റ്റിക് അല്ലെങ്കിൽ ഒരു റബ്ബർ ബാൻഡ് വലിയുന്നത് പോലെ ഈ ദിവസങ്ങളിൽ വിശ്വാസം വലിക്കുവാൻ, സ്ട്രെച്ച് ചെയ്യുവാൻ, പരിധികളില്ലാതെ വലിക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ വീടിനകത്ത് ഒരു അത്ഭുതം നടക്കാൻ പോവുകയാണ്. വിശ്വാസത്തിന്റെ വർധനവിന് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ആമേൻ. സജിത് ബ്രദർ ഒന്ന് പ്രാർത്ഥനയിൽ നയിക്കാമോ? ഒരു വലിയൊരു ഫെയ്ത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുവാൻ. തോമസിനോട് യേശു കർത്താവ് ഇപ്രകാരം പറഞ്ഞല്ലോ, തോമസ് നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, എന്നാൽ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഞങ്ങൾ ഇരിക്കുന്ന മുറിക്കകത്ത്, വാഹനങ്ങൾക്കകത്ത്, ഹോസ്പിറ്റലുകൾക്കുള്ളിലിരുന്ന് ഞങ്ങൾ കാണാത്ത ചിലത് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളിപ്പോൾ യേശുവിന്റെ നാമത്തിൽ അവകാശം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് കർത്താവ് പറഞ്ഞിട്ടുള്ളത്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാകുന്ന യേശുവിനെ നോക്കുവാനാണല്ലോ. ഞങ്ങൾ യേശുവിനെ നോക്കുന്ന കർത്താവേ, ഞങ്ങൾക്ക് അസാധ്യമായ ചിലതുണ്ട്, ഞങ്ങൾക്ക് നടക്കാത്ത ചിലതുണ്ട്, ഞങ്ങൾക്ക് അസംഭവ്യമാകുന്ന ചിലതുണ്ട്, ഞങ്ങൾക്ക് കർത്താവേ ചിലത് വഴിമുട്ടി നിൽക്കുകയാണ്. എന്നാൽ ഞങ്ങളുടെ കർത്താവിന് സകലതും സാധ്യമായിട്ടുള്ള കർത്താവാണ്. എൽ ശദായ് ആകുന്ന, സർവശക്തനാകുന്ന കർത്താവാണ്. ഇന്ന് കർത്താവേ, അവിടുത്തെ സർവശക്തിയിൽ നിന്ന് കർത്താവിന്റെ ശക്തിയെ അയച്ചുകൊണ്ട് അങ്ങയുടെ മക്കളുടെ ജീവിതത്തിൽ ചിലത് സാധ്യമാകട്ടെ, ചിലത് സാധ്യമാകട്ടെ, ചിലത് സാധ്യമാകട്ടെ. കർത്താവേ, ഞങ്ങൾ കരുത്തരല്ല, ഞങ്ങൾ ബലഹീനരാണ്, ഞങ്ങൾ പലതും കണ്ട് ഭയപ്പെടുന്നവരാണ്, ഞങ്ങൾ ഞങ്ങളുടെ അനുഭവം നോക്കി ജീവിക്കുന്നവരാണ്. പക്ഷെ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്, ഞങ്ങളെ കാക്കുന്ന ഞങ്ങളുടെ ഉപനിധി അവൻ അന്ത്യം വരെ ഞങ്ങളെ കാക്കുവാൻ വിശ്വസ്തനാണ്, പ്രാപ്തനാണ്. ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിൽ വിശ്വസിക്കുന്നു. കർത്താവേ, ചിലത് സംഭവിക്കുവാനുള്ള വിശ്വാസം ഞങ്ങളുടെ മക്കളുടെ ഉള്ളിൽ ഉളവാകട്ടെ. കർത്താവേ, തിരമാലകൾക്ക് നടുവിൽ പെട്ടു നിൽക്കുന്ന ചിലരോട് കർത്താവേ അവിടുന്ന് പറയുന്നത്, യേശു അവരുടെ അടുക്കലേക്ക് നടന്നു വരികയാണ്. അവർക്ക് കാണുവാൻ കഴിയുന്നില്ലെങ്കിലും ദൈവമേ, ഇന്ന് രാത്രിയിൽ വിശ്വാസത്തിന്റെ കണ്ണുകൾ തുറക്കട്ടെ. അവരുടെ അരികിലേക്ക് വരുന്ന യേശുവിനെ അവർ കാണട്ടെ, അവരുടെ അരികത്ത് വരുന്ന യേശുവിനെ അവർ കാണട്ടെ. ദൈവമേ, ഞങ്ങൾ കാണുന്നു, ചിലർ വിശ്വാസത്താൽ വെള്ളത്തിന് മുകളിലൂടെ നടക്കാൻ പോവുകയാണ്, ചിലർ വിശ്വാസത്താൽ കുരുട്ട് കണ്ണുകളെ തുറക്കാൻ പോവുകയാണ്, ചിലർ തളർവാദ രോഗികൾ എഴുന്നേൽക്കുവാൻ പോവുകയാണ്. യേശുവേ, ഞങ്ങൾ അവിശ്വാസത്തിന്റെ ഹൃദയം ഞങ്ങളിൽ നിന്ന് നീങ്ങി വിശ്വാസത്തിന്റെ, ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന വിശ്വാസത്തിന്റെ ഹൃദയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ ദൈവമേ, വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ പിടിച്ചടക്കി, വിശ്വാസത്താൽ കർത്താവേ അവർ വൻ കാര്യങ്ങളെ നേടിയെടുത്തു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഈ ഉപവാസ പ്രാർത്ഥനയുടെ 14-ാമത്തെ ദിവസം ഇന്ന് വരെ അവരുടെ ജീവിതത്തിൽ വിശ്വാസത്താൽ നേടിയതിനേക്കാളും ശ്രേഷ്ഠകരമായ ചിലത് അവർക്ക് ലഭിക്കട്ടെ, ഉണ്ടാകട്ടെ. സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ ദൈവമേ, വീടുകൾ ഉണ്ടാകട്ടെ ദൈവമേ, കാറുകൾ ഉണ്ടാകട്ടെ
ദൈവം നഷ്ടപ്പെട്ട ജോലികളെ തിരിച്ചു പ്രാപിക്കുന്നു. ദൈവം നഷ്ടപ്പെട്ട സമ്പത്തിനെ തിരിച്ചു പ്രാപിക്കുന്നു. നഷ്ടപ്പെട്ട ആരോഗ്യത്തെ തിരിച്ചു പ്രാപിക്കുന്നു. പരിശുദ്ധാത്മാവ് പറയുകയാണ്, ചിലരുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു. നിങ്ങൾ ശക്തരായിരുന്നു, നിങ്ങൾക്ക് എല്ലാത്തിനും കഴിവുണ്ടായിരുന്നു, എന്നാൽ നിങ്ങളുടെ ശരീരം ബലഹീനമായി, നിങ്ങൾ വളരെയധികം ക്ഷീണിതരായിരിക്കുന്നു. എന്നാൽ ഇന്ന് യേശു കർത്താവ് പറയുന്നത്, നിങ്ങളുടെ ആരോഗ്യത്തെ വിശ്വാസം കൊണ്ട് നിങ്ങൾ തിരിച്ചു പ്രാപിക്കാൻ പോവുകയാണ്. സംഭവിക്കട്ടെ കർത്താവേ, എല്ലാവരുടെയും വിശ്വാസം വർദ്ധിക്കട്ടെ. ദൈവമേ, നേരത്തെ പ്രസ്തുതർ പറഞ്ഞതുപോലെ ദൈവമേ, ഞങ്ങൾക്ക് കോൺഫിഡൻസ് പോയ ചിലതിൽ യേശുവിന്റെ കോൺഫിഡൻസിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ, ദൈവമേ, വിശ്വാസത്താൽ ചില നേടുവാൻ നമ്മെ സഹായിക്കണമേ. വിശ്വാസം റോക്കറ്റ് പോലെ കുതിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചിലരുടെ ഭവനങ്ങളിൽ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങിയിട്ടുണ്ട്. ഒരു വാളുമായി ചങ്ങലകളെ വെട്ടി മുറിക്കുന്നത് പോലെ ചില പാരമ്പര്യമായ ശാപങ്ങളെ, കൂടെ കൂടെ ആവർത്തിച്ചു വരുന്ന ചില രോഗ അവസ്ഥകളെ, ഹല്ലേലൂയ, ആസ്മ പോലുള്ള ചില രോഗങ്ങൾ, ഹല്ലേലൂയ, ശ്വാസകോശ സംബന്ധമായ ചില രോഗങ്ങൾ, ചില അഡിക്ഷനുകൾ, അനേക നാളുകളായി നിങ്ങൾ പ്രാർത്ഥന അറ്റൻഡ് ചെയ്യുന്നു, എന്നാൽ പുകവലിയിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ പറ്റാത്ത ആളുകൾ, ആമേൻ, ഹല്ലേലൂയ, ചില ദുശ്ശീലങ്ങൾ, നിങ്ങളുടെ ശരീരത്തെ നശിപ്പിക്കുന്ന, നിങ്ങൾക്ക് ആരോഗ്യമല്ലാത്ത ചില പദാർത്ഥങ്ങളുടെ ഉപയോഗങ്ങൾ, അത് മുറുക്കുന്നതാകാം, പുകയിലയുടെ ഉപയോഗമാകാം, നാവിനടിയിൽ വെക്കുന്ന ഗുണകരമല്ലാത്ത പദാർത്ഥങ്ങളുടെ ഉപയോഗമാകാം, ഹല്ലേലൂയ, ചില പൊടികൾ ഉപയോഗിക്കുന്നതാകാം, എന്ത് തന്നെയാണെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമായ നിങ്ങളുടെ ശരീരത്തെ നശിപ്പിക്കുന്ന, നിങ്ങളതിൽ നിന്ന് വിട്ടുമാറുവാൻ ആഗ്രഹിക്കുന്നു, അതിൽ നിന്ന് പുറത്തു വരണമെന്നുണ്ട്, പക്ഷെ സ്വന്തമേ നിങ്ങൾ അതിലേക്ക് കുഴിയിലേക്ക് വീണു പോവുകയാണ്. എന്നാൽ അനേക നാളുകളായി നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന വ്യക്തികൾ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്ന് ആ അടിമ ചങ്ങലയെ മുറിച്ചു മാറ്റുവാൻ ദൈവം തൻ്റെ ദൂതനെ നിങ്ങളുടെ ഭവനത്തിലേക്ക് അയച്ചിരിക്കുകയാണ്, നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുകയാണ്. എല്ലാവരും അന്യഭാഷകളിൽ അല്പസമയമൊന്ന് പ്രാർത്ഥിച്ചാലും, അന്യഭാഷകൾ ആത്മമണ്ഡലത്തിൽ ഒന്ന് ചലിച്ചാലും, പുകവലിയുടെ ആത്മാവ് ആ ചങ്ങല യേശുവിന്റെ നാമത്തിൽ പൊട്ടിമാറട്ടെ. ഇപ്പോൾ ഏഞ്ചൽസ് അതിനെ ചാർജ് ഏറ്റെടുക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Angels of God take in charge. ഹല്ലേലൂയ, ഹല്ലേലൂയ. Pornography യേശുവിന്റെ നാമത്തിൽ അതിന്റെ അഡിക്ഷനുകൾ, അശ്ലീലമായ ചാറ്റുകളിലൂടെ, വാട്സ്ആപ്പ് ചാറ്റുകൾ, ഇമെയിലിലൂടെ അല്ലെങ്കിൽ ചാറ്റ് ആപ്പുകളിലൂടെ മോശമായ ദൈവികമല്ലാത്ത ചാറ്റുകളിൽ വീണ്ടും 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 ആ കുഴിയിലേക്ക് വീഴുന്നവർ യേശുവിന്റെ നാമത്തിൽ, ഹല്ലേലൂയ, you are being set free in the name of Jesus. യേശുവിന്റെ നാമത്തിൽ സ്വാതന്ത്ര്യം, സ്വാതന്ത്ര്യം. അശ്ലീലമായത് കേട്ടുകൊണ്ടിരിക്കുന്ന, ഇയർഫോൺ വെച്ച് അശ്ലീലമായത് കേട്ടുകൊണ്ടിരിക്കുന്ന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആ അടിമത്തത്തിൽ നിന്ന് കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുകയാണ്, വിടുവിക്കുകയാണ്. ആ പാപ ചങ്ങല കർത്താവിനെ പൊട്ടിച്ചു മാറ്റുകയാണ്.
ഹല്ലേലൂയ. തലമുറകൾ ഇന്ന് വിടുതൽ പ്രാപിക്കുകയാണ്. നിങ്ങളുടെ മക്കളെ കർത്താവ് ഇന്ന് സ്വതന്ത്രമാക്കുകയാണ്. ചില അഡിക്ഷനുകൾ, ചിലപ്പോൾ ഗാഡ്ജറ്റ് അഡിക്ഷനുകളാകാം. ഹല്ലേലൂയ. ചില പദാർത്ഥങ്ങളുടെ മയക്കുമരുന്ന്, കഞ്ചാവ്, അതുപോലുള്ള ചില പദാർത്ഥങ്ങളുടെ ഉപയോഗമാകാം. ഇപ്പോൾ മാതാപിതാക്കളായ നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ചില വിടുതലുകൾ നടക്കട്ടെ, അടിത്തറകൾ ഇളകട്ടെ, പാരമ്പര്യ ശാപങ്ങൾ വിട്ടുമാറട്ടെ. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, ചിന്താമണ്ഡലങ്ങളിൽ നിന്ന് അശുദ്ധാത്മാക്കൾ വിട്ടുപോകുകയാണ്. സംശയങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകുന്നു. അവിശ്വാസം യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകുന്നു. ചില ന്യൂറോ സംബന്ധമായ അസുഖങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകുകയാണ്. കർത്താവെ, ചില മൈഗ്രെയിൻ, കടുത്ത തലവേദനകൾ, ചെന്നിക്കുത്ത് പോലെയുള്ള വേദനകൾ, കർത്താവെ, എവിടെയെല്ലാം കർത്താവെ ചില കാര്യങ്ങൾ ഡിസ്പ്ലേസ് ആയിട്ടുണ്ടോ അതെല്ലാം യേശുവിന്റെ നാമത്തിൽ നോർമൽ ആകട്ടെ. അശുദ്ധാത്മാക്കളോട് ഞങ്ങളിപ്പോൾ സ്വാതന്ത്ര്യം പ്രവചിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ബൈബിൾ പറയുന്നത്, പുത്രൻ ഞങ്ങളെ സ്വതന്ത്രരാക്കിയാൽ ഞങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ. ഞങ്ങൾ ഇനി അടിമനുഖത്തിൽ കുടുങ്ങി പോവുകയില്ല. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ സ്വതന്ത്രരാണ്. സകല രോഗങ്ങളിൽ നിന്നും സൗഖ്യം നേടട്ടെ കർത്താവേ. എല്ലാ ശരീരത്തിൽ നിന്നുള്ള സകല വേദനകളും പുറത്തു പോകട്ടെ. അവിടുന്ന് ഞങ്ങൾ സകല വേദനകളും വഹിച്ചുവല്ലോ. എല്ലാ ചങ്ങലകളിൽ നിന്നും ദൈവമേ, ആ ദൂതൻ വന്നിറങ്ങി ചങ്ങലകളെ മുറിച്ച് ജനങ്ങൾ സ്വതന്ത്രരായിരിക്കുന്നതിനായി നന്ദി. ഈ സമയത്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്ന് തുള്ളിച്ചാടുവാൻ തുടങ്ങിയാലും, കൈകാലുകൾ ഒന്ന് കുടയുവാൻ തുടങ്ങി, കർത്താവ് നിങ്ങളെ സ്വതന്ത്രരാക്കി. യേശു നിങ്ങളെ സ്വതന്ത്രരാക്കി. യേശു വന്നിട്ടുണ്ട്. യേശു നിന്നെ വിടുവിക്കുകയാണ്. യേശു നിന്റെ കുടുംബത്തെ ഒരു അത്ഭുതത്തിന്റെ കുടുംബമാക്കി തീർക്കുകയാണ്. യേശു നിന്നെ അത്ഭുതത്തിന്റെ വിഷയമാക്കി തീർക്കുകയാണ്. ഭയത്തിന്റെ ആത്മാക്കൾ വിട്ടുമാറട്ടെ. രാത്രികാലങ്ങളിൽ സ്വപ്നം കണ്ട് പാമ്പിനെ, അതുപോലെ രൂപങ്ങളെ സ്വപ്നം കണ്ട് വെട്ടി ഉയർത്ത് ചാടി എഴുന്നേൽക്കുന്ന അനുഭവമുള്ളവർ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ആ ശക്തികളിൽ നിന്നും കർത്താവ് നിന്നെ സ്വതന്ത്രമാക്കുകയാണ്. ആ ശക്തികൾ നിന്റെ ശരീരം വിട്ട് ഇപ്പോൾ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. ഇരുട്ടിന്റെ ശക്തികൾ ഓടി മാറട്ടെ. യേശുവേ, 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 ഓ യേശുവേ, 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 യേശുവേ. പരീക്ഷകളിൽ ജയിക്കാത്തവർ, ഒത്തിരി തവണ എഴുതിയിട്ട് പരീക്ഷകളിൽ ജയിക്കാത്തവർ ഇപ്പോൾ ജയം നേടുകയാണ്. ഇപ്പോൾ ആത്മാവിൽ സ്വതന്ത്രരാകുകയാണ്. ദൈവമേ, അവരുടെ മെന്റൽ ബാരിയേഴ്സ്, തടസ്സമാണ്, എനിക്കത് കഴിയില്ല എന്ന് പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇപ്പോൾ ആ തടസ്സങ്ങളെ യേശു എടുത്തു മാറ്റുന്നു. എന്നെ നിങ്ങളെ ശക്തനാക്കുന്ന ക്രിസ്തു മുഖാന്തരം നിങ്ങൾ സകലത്തിന് മതിയാകുന്നു. ആവർത്തിച്ച് പറഞ്ഞേ, എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു മുഖാന്തരം ഞാൻ സകലത്തിന് മതിയാകുന്നു. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. നിന്നാൽ ഞങ്ങൾ മതിലുകൾ ചാടിക്കടക്കും. ഓ, ജോലിയുടെ തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ ചാടിക്കടക്കുകയാണ്. പലതവണ നിങ്ങളുടെ അരികിൽ വന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ഇനി അതിനെ ജയിക്കുകയാണ്. നിങ്ങൾക്ക് കഴിയില്ല, എന്നാൽ നിങ്ങൾ യേശുവിനോട് ചേരുമ്പോൾ നിങ്ങൾക്ക് അതിന് സാധിക്കും. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിന് മതിയാകുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. ഉപവാസ പ്രാർത്ഥനയിൽ ഒത്തിരി കണ്ണുകൾ സൗഖ്യമാവുന്ന ഞങ്ങൾ കണ്ടിട്ടുണ്ട് കർത്താവ്. ഇനിയും തുടർന്ന് കണ്ണുകളുടെ മേൽ ഒരു സൗഖ്യത്തിന്റെ പ്രവൃത്തി തുടരട്ടെ കർത്താവ്. ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്.
ചെവികളുടെ മേൽ പ്രത്യേക സൗഖ്യങ്ങൾ നടക്കട്ടെ കർത്താവേ. ചെവി കേൾക്കാത്ത ഒത്തിരി ആളുകളുണ്ട്. ഈ ഉപവാസ പ്രാർത്ഥനയുടെ മധ്യേ അനേകരുടെ ചെവികൾ കേൾക്കട്ടെ കർത്താവേ. പല ഓപ്പറേഷനുകൾ പറഞ്ഞിരിക്കുന്ന ചെവിയുടെ പല അസുഖങ്ങളും ഹല്ലേലൂയ സൗഖ്യമാകാൻ പോകട്ടെ കർത്താവേ. എല്ലാ സെൻസസിന്റെ മേലും എല്ലാ ഇന്ദ്രിയങ്ങളുടെ മേലുമുള്ള അസുഖങ്ങൾ ഈ ഉപവാസ പ്രാർത്ഥനയുടെ മധ്യേ കർത്താവ് സൗഖ്യമാക്കാൻ പോകുന്നതിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഡോക്ടർമാർ സൗഖ്യമാകില്ല എന്ന് പറഞ്ഞത് ഈ ഉപവാസ പ്രാർത്ഥനയുടെ മധ്യേ കർത്താവ് അങ്ങ് സൗഖ്യമാക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ചെവികൾ തുറക്കട്ടെ, സംസാരത്തിലുള്ള വൈകല്യങ്ങൾ മാറട്ടെ കർത്താവേ. മൂക്കിനോടനുബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ, മണം മനസ്സിലാക്കാനാവാത്ത പ്രശ്നങ്ങൾ, സംസാരത്തിലെ പ്രശ്നങ്ങൾ എല്ലാം യേശുവിന്റെ നാമത്തിൽ അതെല്ലാം സൗഖ്യമാകുന്നതിനായി നന്ദി പറയുന്നു കർത്താവേ. പൂർണ്ണ വിടുതൽ ഈ 21 ഉപവാസത്തിന്റെ ഇടയിൽ കർത്താവ് നൽകിയതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ്. കർത്താവ് ഇന്ന് തന്ന വലിയ സൗഖ്യങ്ങൾക്കും വിടുതലുകൾക്കുമായി ഞങ്ങൾ നന്ദി പറയുന്നു. പാരമ്പര്യമായി തുടർന്നു കൊണ്ടിരുന്ന അനേക ശാപങ്ങളിൽ നിന്നും ഭയങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും കർത്താവ് ഞങ്ങളെ വിടുവിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവ് നിങ്ങൾക്ക് തന്ന സൗഖ്യത്തെ വിടുതലുകളെ വാട്സപ്പ് നമ്പറിൽ അല്ലെങ്കിൽ യൂട്യൂബ് ചാറ്റ് ബോക്സിലൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക. കർത്താവിൻ്റെ മഹത്വത്തിനായി വരും ദിവസങ്ങളിൽ അത് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആമേൻ. പ്രത്യേകമായി അനേകരെ വിശ്വാസം ഇല്ലാത്ത ആളുകളെ കർത്താവിൻ്റെ വിശ്വാസത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്. ആമേൻ. പരാജയം എപ്പോഴും മുൻപിൽ കാണുന്ന ആളുകൾ എപ്പോഴും ഞാൻ എന്ത് ചെയ്താലും പരാജയപ്പെട്ടു പോകും, എനിക്ക് വിജയിക്കുവാൻ കഴിയുകയില്ല, അങ്ങനെയുള്ള ആളുകൾ പലതും നിങ്ങളുടെ മുമ്പിൽ സാഹചര്യങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷെ നിങ്ങൾ ഭയപ്പെട്ട് നിൽക്കുകയാണ്. ഞാൻ ചെയ്താൽ അത് ശരിയാവുകയില്ല, ഞാൻ തൊട്ടാൽ അത് ഗുണം പിടിക്കുകയില്ല. അങ്ങനെയുള്ള ചിന്താഗതികളുള്ളവർ ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങൾ വിശ്വാസത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കയറുക. കർത്താവ് നീ തൊടുന്നതൊക്കെയും അനുഗ്രഹിക്കാൻ പോവുകയാണ്. നീ തൊടുന്നത് വളരാൻ പോവുകയാണ്. അതിൽ നീ വിജയിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് നിങ്ങളേവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമ്മൾ അടുത്ത ഫാസ്റ്റിംഗ് പ്രേയറിൻ്റെ അടുത്ത ഒരു ആഴ്ചയിലേക്ക്, ലാസ്റ്റ് വീക്കിലേക്ക് നാം സത്യത്തിൽ പ്രവേശിക്കുകയാണ്. 14 ദിവസങ്ങൾ ഈ ഫാസ്റ്റിങ്ങിലായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തു. ഇതുവരെ നിങ്ങൾക്ക് ഫാസ്റ്റിങ്ങിൽ കൂടെ ഇരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആമേൻ, ഒരാഴ്ച കർത്താവിൻ്റെ കൂടെ ആയിരിക്കുവാൻ നിങ്ങൾക്കൊരു അവസരം ലഭിക്കുകയാണ്. ഈ ഒരാഴ്ച നാളെ മുതൽ അങ്ങോട്ട് ഉപവസിക്കുക, ഒന്നും നോക്കണ്ട. ആമേൻ. കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തും. ആമേൻ. ഞാൻ നിങ്ങൾക്കൊരു കാര്യം ഉറപ്പ് തരാം. ആമേൻ. നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന പോലെ ആയിരിക്കില്ല. ഈ ഫാസ്റ്റിംഗ് എൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആത്മമനുഷ്യൻ 1000 മടങ്ങ് ശക്തി പ്രാപിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. രാവിലെ 7 മണിക്ക് നമ്മുടെ മോർണിംഗ് ഗ്ലോറി ഉണ്ട്. ആമേൻ. ഹല്ലേലൂയ. അതിനുവേണ്ടി നിങ്ങൾ കണക്ട് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു. എല്ലാ ദിവസവും വൈകിട്ട് 6:45 സത്യത്തിൽ നമ്മുടെ ആരാധന ആരംഭിക്കുന്നുണ്ട്. 6:45 മുതൽ ഏകദേശം 8:45 9 മണി വരെ നമ്മുടെ ഫാസ്റ്റിംഗ് പ്രേയറിന് പോവുകയാണ്. ലാസ്റ്റ് വീക്ക് എത്തിയിരിക്കുകയാണ്. കുറച്ചുകൂടെ ശക്തരായ കൂടുതൽ ശുശ്രൂഷകരെ എപ്പോഴും അവസാനം വരുന്തോറും ശക്തി കൂടിയാണ് വരുന്നത് അല്ലേ? അമ്മേ. അപ്പൊ നിങ്ങൾ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അമ്മേ. നാളെ രാവിലെ മോർണിംഗ് ഗ്ലോറിയിൽ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു.